പ്രിയ വിദ്യാർത്ഥികളെ, 8th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് യൂണിറ്റിലെ തേർഡ് ലെസൺ ലിറ്റിൽ തിങ്സ് മാറ്റർ, ഈ ലെസണുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന ഏതാനും ലാംഗ്വേജ് ആക്ടിവിറ്റീസ്, ഡിസ്കോഴ്സ് ആക്ടിവിറ്റീസ് ഇവയാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും കൃത്യമായ സ്വാഗതം. ഏതൊക്കെ ആക്ടിവിറ്റീസ് ആണ് വീഡിയോയിൽ ഉൾപ്പെടുന്നത് എന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. വീഡിയോ കണ്ടന്റ്സ്: ഫോർമൽ ലെറ്റർ, കോൺവെർസേഷൻ, idioms, phrasal verbs, conditional sentences, WH questions and yes or no answer questions, tag questions, expressions for greetings, comparison between a journal and a travelogue. ഇത്രയും ആക്ടിവിറ്റീസ് ആണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. ഈ വീഡിയോ പൂർണ്ണമായും കാണുന്നത് വിദ്യാർത്ഥികൾക്ക് അവരുടെ വരും എക്സാമുകളിൽ തീർച്ചയായും ഉപകാരപ്പെടും. എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. The first activity under Let's Recall and Recreate. Activity A. Young Kalam had a difficult time collecting newspaper bundles at Rameshwaram station since the trains did not stop there. Other residents of the village too found this inconvenient. Imagine that young Kalam takes the initiative to write a letter to the divisional manager, Southern Railway, requesting them to reinstate the stop at Rameshwaram station. Let's have a look at the letter. നാം സ്റ്റോറി ഓർ ലെസൺ വായിച്ചപ്പോൾ മനസ്സിലാക്കിയതാണ്, രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ നിലവിലുണ്ടായിരുന്ന സ്റ്റോപ്പ് നിർത്തലാക്കിയത് കാരണത്താൽ കുട്ടിയായിരുന്ന കലാമിന് ന്യൂസ് പേപ്പറുകൾ കളക്ട് ചെയ്യാൻ വളരെ പ്രയാസം നേരിട്ടു. അതുമാത്രമല്ല, രാമേശ്വരം ടൗണിലെ നിവാസികൾക്കും അവിടെ ഉണ്ടായിരുന്ന റെയിൽ സ്റ്റോപ്പ് നിർത്തലാക്കിയത് വളരെ പ്രയാസമായി. യങ് കലാം ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ട് ഡിവിഷണൽ മാനേജർ, സദേൺ റെയിൽവേ ഡിവിഷണൽ മാനേജർക്ക് ഒരു ലെറ്റർ എഴുതുന്നു എന്ന് സങ്കല്പിക്കുക. അദ്ദേഹം നേരത്തെ ഉണ്ടായിരുന്ന രാമേശ്വരത്ത് സ്റ്റോപ്പ് റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ, അത് പുനഃസ്ഥാപിക്കാൻ അപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു ലെറ്ററാണ് തയ്യാറാക്കുന്നത്. അത്തരത്തിലുള്ള ഒരു മോഡൽ ലെറ്റർ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ആ ലെറ്റർ ഒന്ന് സസൂക്ഷ്മം പരിശോധിക്കുക. ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന ഈ മോഡൽ ലെറ്റർ വിദ്യാർത്ഥികൾ പരിശോധിക്കുക. അതിൻ്റെ കണ്ടന്റ്, അതിൻ്റെ ഉള്ളടക്കം വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നാം ഇവിടെ വിശദീകരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു ഫോർമൽ ലെറ്ററിന്റെ ഫോമാറ്റ് ആണ്. ആദ്യം വേണ്ടത് സെൻഡേഴ്സ് അഡ്രസ്. ആരാണോ എഴുതുന്നത് അയാളുടെ അഡ്രസ് ഇവിടെ മോഡലായി കൊടുത്തിരിക്കുന്നത് രാമേശ്വരം സ്കൂൾ, തമിഴ്നാട്. സെൻഡേഴ്സ് അഡ്രസ് കഴിഞ്ഞാൽ തൊട്ട് താഴെ ഡേറ്റ് ഓഫ് ദ ലെറ്റർ എഴുതുന്ന ഡേറ്റ് നൽകുക. അത് കഴിഞ്ഞ് റെസിപ്പിയൻസ് അഡ്രസ്, ആർക്കാണോ കത്ത് ലഭിക്കേണ്ടത് അയാളുടെ അഡ്രസ് ആണ് മൂന്നാമത് ചേർക്കേണ്ടത്. ശേഷം സല്യൂട്ടേഷൻ. ഒരു ഫോർമൽ ലെറ്ററിൽ നമുക്ക് ഡിയർ സർ എന്നോ ഡിയർ മാഡം എന്നോ ഉപയോഗിക്കാം. നാം എഴുതുന്ന അഥവാ എഴുത്ത് ലഭിക്കേണ്ട വ്യക്തി ഒരു ലേഡിയാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയുമെങ്കിൽ ഡിയർ മാഡം എന്ന് ഉപയോഗിക്കാം. ദെൻ സബ്ജക്റ്റ്. ഏത് വിഷയത്തെക്കുറിച്ചാണോ ലെറ്റർ തയ്യാറാക്കുന്നത് ആ വിഷയം ഒരു സബ്ജക്റ്റ് ലൈൻ അഥവാ സബ്ജക്റ്റ് ക്യാപ്ഷൻ വളരെ ചുരുങ്ങിയ രൂപത്തിൽ ഉൾപ്പെടുത്തി ചേർക്കുക. സബ്ജക്റ്റ് എന്നെഴുതിയിട്ട് വേണം സബ്ജക്റ്റ് ലൈൻ എഴുതേണ്ടത്. ഇവിടെ ഈ ലെറ്ററിൽ കൊടുത്തിരിക്കുന്നത് റിക്വസ്റ്റ് ടു റീഇൻസ്റ്റേറ്റ് ദ ട്രെയിൻ സ്റ്റോപ്പ് അറ്റ് രാമേശ്വരം സ്റ്റേഷൻ റിഗാർഡിംഗ് എന്ന രൂപത്തിൽ. ദെൻ ഇൻട്രൊഡക്ഷൻ എന്നുള്ളത് ആരാണോ കത്തെഴുതുന്നത് എന്ത് ആവശ്യത്തിന് എന്ന് ആദ്യമേ പറയുക. ദെൻ മെയിൻ പോയിന്റ്സ് ഓർ മെയിൻ കണ്ടന്റ്. ദെൻ കൺക്ലൂഷൻ. ഇങ്ങനെ 3 ഭാഗങ്ങൾ ഉൾപ്പെടുന്നതായിരിക്കും ബോഡി ഓഫ് ദ ലെറ്റർ. ആദ്യം ആരാണ് എഴുതുന്നത് എന്ന് പറയുന്നു, പിന്നീട് എന്താണ് ഉദ്ദേശം എന്നുള്ളത് വിശദീകരിക്കുന്നു. കൺക്ലൂഷൻ ഭാഗത്താണ് നാം നമ്മുടെ റിക്വസ്റ്റ്, അതുപോലെ തന്നെ നമ്മുടെ താങ്ക്സ് എക്സ്പ്രഷൻ ഒക്കെ ഉൾപ്പെടുത്തേണ്ടത്. ഇത്രയും ബോഡി ഓഫ് ദ ലെറ്റർ കഴിഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ ആണ്. അതായത് കൺക്ലൂഡിംഗ് ഫ്രേസ്. നാം വളരെ കേർട്ടിയസ് ആയിട്ട്, മാന്യമായിട്ട് പറയുന്ന ഒരു ഫ്രേസ് ആണിത്. യോസ് ഫെയ്ത്ത്ഫുള്ളി, വിശ്വസ്തയോടെ എന്നൊക്കെ മലയാളത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഫ്രേസ്. അതും കഴിഞ്ഞാൽ സിഗ്നേച്ചർ. ഏറ്റവും അവസാനമാണ് നെയിം ഓഫ് ദ റൈറ്റർ വരുന്നത്. ഇങ്ങനെ 9 പ്രധാന ഘടകങ്ങളായിരിക്കും ഒരു ലെറ്ററിൽ ഉണ്ടാവുക എന്നുള്ളത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. ഇതൊരു ഫോർമൽ ലെറ്റർ ആണ്, അഥവാ ഒഫീഷ്യൽ ലെറ്റർ. This letter is a formal one and it has a specific format. A formal letter follows a clear structure and style.
ഇറ്റ് ഈസ് ടിപ്പിക്കലി യൂസ്ഡ് ഫോർ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ. ഈ ലെറ്റർ തികച്ചും ഒരു ഒഫീഷ്യൽ അഥവാ ഫോമൽ ലെറ്റർ ആണ്. അതുകൊണ്ട് തന്നെ ഫോമൽ ലെറ്ററുകൾക്ക് പ്രത്യേകമായ ഒരു ഫോമാറ്റ്, ഒരു സ്റ്റൈൽ ഉണ്ടായിരിക്കും. ഒരു ഫോമൽ ലെറ്റർ എന്നുള്ളത് ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്നത് ആയതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഫോമാറ്റ് നിർബന്ധമായും പാലിച്ചിരിക്കണം. നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ഫോമൽ ലെറ്ററിൽ പ്രധാനമായും 9 എലിമെന്റ്സ്, 9 ഘടകങ്ങൾ അടങ്ങിയിരിക്കണം. ആദ്യം നമ്പർ 1 സെൻഡേഴ്സ് അഡ്രസ് ഓർ റൈറ്റേഴ്സ് അഡ്രസ്, എഴുതുന്ന ആളുടെ അഡ്രസ്. നമ്പർ 2 ഡേറ്റ്. നമ്പർ 3 റെസിപ്പിയൻസ് അഡ്രസ്. നമ്പർ 4 salutation. Number 5 subject. Number 6 body of the letter. Number 7 subscription or concluding phrase, yours faithfully, yours sincerely തുടങ്ങിയ ഫ്രേസുകൾ. Then number 8 signature. Number 9 and the last one name of the writer. ഇനി ടെക്സ്റ്റ് ബുക്കിൽ നമ്മോട് ആവശ്യപ്പെടുന്ന ആക്ടിവിറ്റി ഇതാണ്. The road to Missouri was blocked due to the landslide and the passengers had to face a lot of hardship. മുസൂറിയിലേക്കുള്ള റോഡ് ഒരു ലാൻഡ്സ്ലൈഡ് കാരണത്താൽ ബ്ലോക്ക് ആകപ്പെട്ടു. അതോടൊപ്പം തന്നെ യാത്രക്കാർക്ക് ഒരുപാട് പ്രയാസങ്ങളും നേരിടേണ്ടി വന്നു. One of the passengers decides to write a letter to the Road Transport Authority or RTA requesting them to clear the road. യാത്രക്കാരിൽ ഒരാൾ RTA-ക്ക് ഒരു ലെറ്റർ എഴുതാൻ തീരുമാനിക്കുന്നു, റോഡിലെ തടസ്സങ്ങൾ നീക്കുന്നതിന് അപേക്ഷിച്ചുകൊണ്ട്. അറ്റംപ്റ്റ് ദ ലൈക്ലി ലെറ്റർ, അത്തരത്തിലുള്ള ഒരു ഫോമൽ ലെറ്റർ തയ്യാറാക്കാൻ ശ്രമിക്കുക. ഇതാണ് ആക്ടിവിറ്റി. വിദ്യാർത്ഥികൾക്ക് വേണ്ടി അത്തരത്തിൽ ഒരു മോഡൽ ലെറ്റർ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്കതൊന്ന് പരിശോധിക്കാം. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു ഫോമൽ ലെറ്ററിൽ ഉൾപ്പെടുന്ന 9 എലിമെന്റ്സും ഒരു മോഡേൺ ലെറ്ററിൽ എല്ലാം തന്നെ ലെഫ്റ്റ് സൈഡ് മാർജിന് സമാനമായി ക്രമീകരിക്കുക. പേജിന്റെ ഇടതുവശത്തേക്ക് ചേർത്താണ് എല്ലാ ഘടകങ്ങളും എഴുതേണ്ടത്. ആദ്യം റൈറ്റേഴ്സ് അഡ്രസ്, ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു ഇമാജിനറി അഡ്രസ് ഉൾപ്പെടുത്താം. ഹിൽ വ്യൂ അവന്യൂ 9 ഉത്തരാഖണ്ഡ്. ദെൻ ഡേറ്റ് ഓഫ് ദ ലെറ്റർ 11th July 2025. Then third one is the recipient's address. The Transport Commissioner, Road Transport Authority, Dehradun, Uttarakhand എന്ന രൂപത്തിൽ ഈ ഒരു അഡ്രസ് വിദ്യാർത്ഥികൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ലഭിക്കും. ആർക്കാണോ എഴുതേണ്ടത് അയാളുടെ അഡ്രസ് ആണ് ഇവിടെ ഉൾപ്പെടുത്തേണ്ടത്. ദെൻ സല്യൂട്ടേഷൻ, ഡിയർ സർ. അത് കഴിഞ്ഞ് സബ്ജക്ട്, ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും ഏത് വിഷയത്തെക്കുറിച്ചാണോ ലെറ്റർ എഴുതാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ വിഷയം സബ്ജക്റ്റ് ആയിട്ട് ഒരു ചെറിയ സെന്റൻസോ അല്ലെങ്കിൽ ഒരു ഫ്രാഗ്മെന്റോ ആയിട്ട് ചേർക്കാവുന്നതാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് പെർമനന്റ് സൊല്യൂഷൻ ടു ഫ്രീക്വന്റ് ലാൻഡ്സ്ലൈഡ്സ് ഓൺ 9 Missouri roads. ദെൻ ബോഡി ഓഫ് ദ ലെറ്റർ. ബോഡി ഓഫ് ദ ലെറ്ററിൽ 3 ഘടകങ്ങൾ ഉൾപ്പെടും. ഒന്ന് ഇൻട്രൊഡക്ഷൻ, ദെൻ സബ്ജക്ട് മാറ്റർ, എന്താണ് വിഷയം എന്നുള്ളത് വിശദീകരിക്കുക. അവസാനം നമ്മുടെ റിക്വസ്റ്റും താങ്ക്സ് എക്സ്പ്രഷനും. വിദ്യാർത്ഥികൾ ഈ ലെറ്റർ വായിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കും. I am a resident of Nain, writing to report the frequent landslides on the Nain, Missouri roads. These landslides not only create traffic blocks but also endanger the lives of passengers and damage vehicles. This road is crucial for thousands of residents in the high range and valleys, with Missouri being the nearest town for essential needs, including medical care. The current landslide has once again cut off our access to outside world. I request urgent steps to clear the blockage and to consider a permanent solution, such as constructing protective walls in accident-prone areas. Your quick action will be greatly appreciated. Thank you. ഇതാണ് ബോഡി ഓഫ് ദ ലെറ്റർ. ഈ ബോഡി ഓഫ് ദ ലെറ്ററിൽ നാം സെൽഫ് ഇൻട്രൊഡക്ഷൻ ഉപയോഗിച്ചു. ആരാണ് എഴുതുന്നതെന്ന് ആദ്യം വിശദീകരിച്ചു. അതിനുശേഷം നമ്മുടെ സബ്ജക്റ്റ് എന്താണെന്ന് പറഞ്ഞു. ഏറ്റവും അവസാനമായി നമ്മുടെ റിക്വസ്റ്റും താങ്ക്സ് എക്സ്പ്രഷനും നടത്തി. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇത്രയും ബോഡി ഓഫ് ദ ലെറ്റർ കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് ഇനി വളരെ ഫോമൽ ആയിട്ടുള്ള ഒരു ലീവ് ടേക്കിംഗ് അഥവാ ഒരു കൺക്ലൂഡിംഗ് ഫ്രേസ് ആണ്. യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, യുവേഴ്സ് സിൻസിയർലി പോലുള്ളത്. 7ാമത്തെ പോയിന്റും കഴിഞ്ഞാൽ 8ാമത് സിഗ്നേച്ചർ കോഡ് SD എന്ന് എഴുതി ചേർക്കുക. ഏറ്റവും അവസാനം റൈറ്റേഴ്സ് നെയിം. ഇതാണ് ലാസ്റ്റ് പോയിന്റ്, ദ 9th പോയിന്റ്. Now the second activity, ഒരു കോൺവെർസേഷൻ തയ്യാറാക്കാനാണ് ആക്ടിവിറ്റി നൽകിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്,
ഇത്തരം ഒരു ക്വസ്റ്റ്യൻ ലഭിക്കുമ്പോൾ ഏത് കോണ്ടെക്സ്റ്റിൽ ആർക്കിടയിലാണ് കോൺവെർസേഷൻ എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് പരിശോധിക്കാം. Shamsuddin offers young Kalam the job of collecting and distributing newspapers from the railway station. ഷംസുദ്ദീൻ യങ് കലാമിന് ഒരു ജോലി ഏൽപ്പിക്കുന്നു. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ന്യൂസ് പേപ്പർ ബണ്ടിലുകൾ കളക്ട് ചെയ്ത് പിന്നീട് രാമേശ്വരം ടൗണിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, വിതരണം ചെയ്യണം. ഇതാണ് ജോലി. ഹി റെഡിലി അഗ്രീസ് ടു ദിസ്. വളരെ പൊടുന്നനെ തന്നെ യാതൊരു മടിയും കൂടാതെ ആ ജോലി കലാം സ്വീകരിക്കുന്നു. റൈറ്റ് ദ ലൈക്ലി കോൺവെർസേഷൻ ബിറ്റ്വീൻ ദം. ഈ സന്ദർഭത്തിൽ സ്വാഭാവികമായിട്ടും ഒരു ജോലി ഓഫർ ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ടതും അതോടൊപ്പം അത് സ്വീകരിക്കുമ്പോഴുണ്ടാകുന്നതുമായ ഒരു കോൺവെർസേഷനാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു കോണ്ടെക്സ്റ്റ്, സന്ദർഭം ശരിയാമിതം മനസ്സിലാക്കി അതിനനുയോജ്യമായ ഒരു കോൺവെർസേഷനാണ് വിദ്യാർത്ഥികൾ തയ്യാറാക്കേണ്ടത്. സ്വാഭാവികമായും രണ്ട് വ്യക്തികൾ തമ്മിൽ പരസ്പരം ഗ്രീറ്റ് ചെയ്തുകൊണ്ടും വിഷയം പരാമർശിച്ചുകൊണ്ടും വിഷയത്തെ ടച്ച് ചെയ്തുകൊണ്ടും ചെറിയ ചെറിയ കോൺവെർസേഷൻ സ്റ്റൈലിലുള്ള സെന്റൻസുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അവസാനം താങ്ക്സ് പറഞ്ഞുകൊണ്ട് കോൺവെർസേഷൻ അവസാനിപ്പിക്കാനും ശ്രമിക്കുക. ഒരുപാട് ലെങ്തി ആയി പോകരുത്, എന്നാൽ വളരെ ചുരുങ്ങിയും പോകരുത്. ഏകദേശം 6 to 8 എക്സ്ചേഞ്ചസ് നിലനിർത്താൻ ശ്രമിക്കുക. ഇവിടെ ഒരു മോഡൽ നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ നൽകുന്ന ലെറ്റർ, കോൺവെർസേഷൻ തുടങ്ങിയ ഡിസ്കോഴ്സുകളൊക്കെ മോഡലാക്കി സ്വന്തമായി തന്നെ എഴുതി പരിശീലിക്കുകയും ചെയ്യുക. നമുക്ക് ഈ മോഡൽ കോൺവെർസേഷൻ ഒന്ന് വായിച്ചു നോക്കാം. കലാം: ഹായ് അങ്കിൾ, why do you look so gloomy? Shamsuddin: the war has started affecting my newspaper agency business. Kalam: how uncle? What happened? Shamsuddin: the train no longer stops at Rameshwaram station. Kalam: so what? How does that affect your work? Shamsuddin: now the newspaper bundles are thrown out of the passing train. I need someone to collect them and deliver them in town. Kalam: uncle, if you give me that job, I will do it perfectly. It will also help my family. Shamsuddin: you are a good boy. I will help you manage the job without affecting your studies. Kalam: okay. When should I start? Shamsuddin: reach the railway station tomorrow morning before the morning train arrives. Then collect the newspaper bundles and deliver all the papers in the town. Kalam: I will do it. Thank you, uncle. Now, next activity. Let's play with words. Activity 1. A. Read the following passage from Little Things Matter. Shamsuddin had great affection for me and encouraged me in so many ways that he became a guiding light for me. What could be the meaning of a guiding light in this context? Discuss. ലിറ്റിൽ തിങ്സ് മാറ്റർ എന്ന ലെസണിൽ നിന്നുള്ള ഒരു സെന്റൻസ് ആണിത്. ഇവിടെ യങ് കലാം ഷംസുദ്ദീനെ കുറിച്ച് പറയുന്നു. അദ്ദേഹം പറയുന്നു, ചെറുപ്പത്തിൽ ഷംസുദ്ദീൻ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്, എന്നോട് അദ്ദേഹത്തിന് വളരെ ഇഷ്ടവും കരുതലുമൊക്കെ ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അവസാനം പറയുന്നു, ഹി ബിക്കെയിം എ ഗൈഡിങ് ലൈറ്റ് ഫോർ മീ. അദ്ദേഹം എനിക്കൊരു മാർഗദീപം ആയിരുന്നു എന്ന്. എ ഗൈഡിങ് ലൈറ്റ് എന്ന് വെച്ചാൽ നമ്മെ സഹായിക്കുന്ന, നമ്മെ സപ്പോർട്ട് ചെയ്യുന്ന, നമുക്കൊരു മാർഗം തെളിയിച്ചു തരുന്ന വ്യക്തി എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഈ കോണ്ടെക്സ്റ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വാട്ട് ഡു വി കോൾ സച്ച് ഫ്രേസസ്? ഇത്തരത്തിലുള്ള ഫ്രേസുകൾ എന്താണ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ അറിയപ്പെടുന്നത്? സച്ച് ഫ്രേസസ് ആർ ഇഡിയംസ്. An idiom is a phrase or an expression that has a figurative meaning different from the literal meaning of its individual words. ഒരു ഇഡിയം എന്നുള്ളത് ഒന്നിലധികം വാക്കുകൾ ചേരുന്ന ഒരു ഫ്രേസ് ആയിരിക്കും. അവയുടെ പ്രത്യേകത ആ ഫ്രേസിൽ ഉൾപ്പെടുന്ന വാക്കുകളുടെ ഇൻഡിവിജ്വൽ മീനിങ്ങിൽ നിന്നും വ്യത്യസ്തമായി കൊണ്ടായിരിക്കും അവ ചേർന്നുകൊണ്ട് നൽകുന്ന അർത്ഥം. ഉദാഹരണത്തിന്, എ ഗൈഡിങ് ലൈറ്റ് എന്നതിൽ ഗൈഡിങ്, ലൈറ്റ് എന്നിങ്ങനെ രണ്ട് വ്യത്യസ്ത പദങ്ങൾ ഉൾപ്പെടുന്നു. അതിന് നാം ഇൻഡിവിജ്വലായിട്ട് നൽകുന്ന അർത്ഥത്തിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് നമുക്ക് മാർഗം നൽകുന്ന, നമുക്കൊരു ഗൈഡ് ലൈൻ നൽകുന്ന, നമ്മെ സഹായിക്കുന്ന ഒരു വ്യക്തി എന്ന അർത്ഥമാണ് നാം സങ്കല്പിക്കുന്നത് ഗൈഡിങ് ലൈറ്റ് കൊണ്ട്. അതല്ലാതെ ഒരു പ്രകാശത്തെയോ അതല്ലെങ്കിൽ ഒരു ഗൈഡിങ് എന്നുള്ളതിന്റെ അർത്ഥത്തെയോ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ഇവ ചേർന്നുകൊണ്ട് നാം ഒരു വ്യക്തിയെ, നമുക്ക് സഹായമാകുന്ന ഒരാളെ ഉദ്ദേശിക്കുന്നു.
ഇത്തരത്തിൽ ഫിഗറേറ്റീവ് ആയിട്ടുള്ള മീനിങ് തരുന്ന ഫ്രേസുകളാണ് ഇഡിയം എന്ന് അറിയപ്പെടുന്നത്. ആക്ടിവിറ്റി ബി. Now match the following idiomatic phrases with their corresponding meanings. You may refer to a dictionary. ഇവിടെ ഏതാനും ഇഡിയംസ് നൽകിയിട്ടുണ്ട് ഒരു കോളത്തിൽ. അവയുടെ മീനിങ്സ് മറ്റൊരു കോളത്തിലും നൽകിയിരിക്കുന്നു. എന്നാൽ കൃത്യമായ ഓർഡറിലല്ല. ഒരു ഡിക്ഷണറിയുടെ സഹായത്താൽ ഇവയുടെ യഥാർത്ഥ മീനിങ് കണ്ട് അവ മാച്ച് ചെയ്ത് എഴുതുക എന്നുള്ളതാണ് ആക്ടിവിറ്റി. വിദ്യാർത്ഥികൾക്ക് വേണ്ടി അതിവിടെ ചെയ്ത് നൽകിയിട്ടുണ്ട്. കീപ് ആൻ ഐ ഔട്ട് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് to watch carefully for something or someone to appear. ഒരാൾ വരുന്നതും കാത്ത് അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവ് പ്രത്യക്ഷപ്പെടുന്നതും നോക്കി ശ്രദ്ധാപൂർവം വാച്ച് ചെയ്ത് നിൽക്കുക എന്നർത്ഥം. സ്റ്റേ ഇൻ ടച്ച്. നമ്പർ 2 അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റേ കണക്റ്റഡ്, പരസ്പരം എപ്പോഴും ഒരു ബന്ധം പുലർത്തി നിലകൊള്ളുക. നമ്പർ 3 കീപ് ഓൺസ് വേർഡ്സ്. കീപ് വൺസ് വേർഡ് എന്ന് പറഞ്ഞാൽ വാക്ക് പാലിക്കുക എന്നർത്ഥം വരുമ്പോൾ നമ്പർ 3 to do what one promised. ഒരാൾ പറഞ്ഞത് ചെയ്യുക. Now, activity C. Fill in the blanks with the suitable idiomatic phrases from the table above. ഇവിടെ ഈ ടേബിളിൽ നൽകിയിരിക്കുന്ന 3 idiomatic phrases കൃത്യമായ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് ഈ പാസേജ് കംപ്ലീറ്റ് ചെയ്യുക. ഓരോ ഇഡിയോമാറ്റിക് എക്സ്പ്രഷന്റെയും മീനിങ് വിദ്യാർത്ഥികൾ ഇതിനകം മനസ്സിലാക്കി. കീപ് ആൻ ഐ ഔട്ട് ശ്രദ്ധാപൂർവം നോക്കി നിൽക്കുക, വീക്ഷിക്കുക. സ്റ്റേ ഇൻ ടച്ച് എപ്പോഴും ബന്ധം പുലർത്തി നിലകൊള്ളുക. കീപ് വൺസ് വേർഡ്സ് വാക്ക് പാലിക്കുക, പറഞ്ഞ കാര്യം ചെയ്യുക എന്നൊക്കെ അർത്ഥം. നമുക്ക് ഈ പാസേജ് നോക്കാം. മാനിസ് ഫാദർ ആസ്ക്ഡ് ഗ്രാനി ആൻഡ് മാനി ടു സ്റ്റേ ഇൻ ടച്ച് വിത്ത് ഹിം ഡ്യൂറിംഗ് ദ ജേർണി ടു നെയിൻ ആൻഡ് ടു റിട്ടേൺ ദ നെക്സ്റ്റ് ഡേ. നെയിനിലേക്കുള്ള യാത്രക്കിടയിൽ വീടുമായിട്ട് അതല്ലെങ്കിൽ മാനിയുടെ അച്ഛനുമായിട്ട് ബന്ധം പുലർത്തണം, എപ്പോഴും കാര്യങ്ങൾ പറയണം, വിളിക്കണം എന്നൊക്കെയാണ് ഉദ്ദേശിച്ചത്. എന്നിട്ട് പിറ്റേ ദിവസം തിരിച്ചു വരിക. When it was time for their arrival, അങ്ങനെ പിറ്റേന്ന് അവർ തിരിച്ചു വരാനുള്ള സമയമായപ്പോഴേക്കും he couldn't help but keep an eye out for them. അദ്ദേഹത്തിന് അവരെ പ്രതീക്ഷിച്ച് നിൽക്കാതിരിക്കാനായില്ല. അവർ എത്താനായിട്ടുണ്ട് എന്നുള്ള ആകാംക്ഷയോട് കൂടി വളരെ ശ്രദ്ധാപൂർവം വഴിയിലേക്ക് നോക്കി നിന്നു. Keep an eye out for them. Then they kept their word and arrived on time. ഗ്രാനിയും മാനിയും അവർ പറഞ്ഞ പോലെ തന്നെ വാക്ക് പാലിച്ചു. They kept their word. They did what they promised എന്നർത്ഥത്തിൽ. Activity 2. Activity A. Read the following sentences. ഇവിടെ നൽകിയിരിക്കുന്ന സെന്റൻസുകൾ വായിക്കുക. When I was about 8, World War II broke out. എനിക്ക് 8 വയസ്സ് പ്രായമായപ്പോൾ 2ാം ലോകമഹായുദ്ധത്തിന് തുടക്കമായി. അത് ആരംഭിച്ചു. ഡെയിലി ലൈഫ് however remained fairly unaffected initially. തുടക്കത്തിൽ നിത്യജീവിതത്തിന് കാര്യമായൊന്നും അത് ബാധിച്ചിരുന്നില്ല. Particularly for us in the southern tip of the country. പ്രത്യേകിച്ച് രാജ്യത്തിന്റെ തെക്കേ അറ്റത്ത് ജീവിക്കുന്ന ഞങ്ങളെ. What might be the meaning of the phrasal verb broke out in this context? ഈ സെന്റൻസിൽ ഈ സന്ദർഭത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ബ്രോക്ക് ഔട്ട് എന്ന ഫ്രേസൽ വേർബിന്റെ അർത്ഥം എന്താണ്? വിദ്യാർത്ഥികൾക്കറിയാം, ബ്രോക്ക് ഔട്ട് എന്നുള്ളത് ഒരു പാസ്റ്റ് ടെൻസ് ഫോം ആണ്. അതിന്റെ പ്രസന്റ് ഫോം അഥവാ ബേസ് ഫോം എന്നുള്ളത് ബ്രേക്ക് ഔട്ട് ആണ്. ബ്രേക്ക് എന്നതിന്റെ പാസ്റ്റ് ആണ് ബ്രോക്ക്. ബ്രേക്ക് ഔട്ട് പാസ്റ്റ് ടെൻസ് ബ്രോക്ക് ഔട്ട് മീൻസ് സഡൻലി സ്റ്റാർട്ട് സംതിങ് unpleasant or dangerous. Now, activity B. Try to use the phrasal verbs given in the box below and complete young Kalam's diary. ഇവിടെ കലാം എഴുതിയ ഒരു ഡയറി കുറിപ്പ് ഇൻകംപ്ലീറ്റ് ആയിട്ട് നൽകിയിട്ടുണ്ട്. അത് അനുയോജ്യമാം വിധം ഫ്രേസൽ വേർബ്സ് ചേർത്തുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആക്ടിവിറ്റി. One has been done for you. അതിൽ ഒരു ക്വസ്റ്റ്യൻ അഥവാ ഒരു ഫ്രേസൽ വേർബ് ഒരു മോഡലായി ഉപയോഗിച്ച് നൽകിയിട്ടുമുണ്ട്. തന്നിരിക്കുന്ന ഫ്രേസൽ വേർബ്സ് അവയുടെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുക. ലുക്ക് ഫോർവേഡ് ടു, എക്സ്പെക്ട്, വെയിറ്റ് ഫോർ സംതിങ്, നാം പ്രതീക്ഷയോടെ കാത്തിരിക്കുക എന്നർത്ഥം. ഹാങ് ഇൻ, റിമെയിൻ ഇൻ എ കോണ്ടെക്സ്റ്റ് ഓർ റിമെയിൻ ഇൻ എ സിറ്റുവേഷൻ ഓർ കണ്ടീഷൻ, ഒരവസ്ഥയിൽ നാം നിലകൊള്ളുക. ക്യാരി ഓൺ, കണ്ടിന്യൂ വിത്ത് വാട്ട് വി ആർ ഡൂയിങ്, നാം എന്താണോ ചെയ്യുന്നത് അത് തുടരുക. ടോസ് ഔട്ട്, ത്രോ ഔട്ട്, വലിച്ചെറിയുക. pour over, read carefully, വളരെ ശ്രദ്ധയോടുകൂടി വായിക്കുക, പരതുക എന്നൊക്കെ അർത്ഥം. ഇനി തന്നിരിക്കുന്ന ഇൻകംപ്ലീറ്റ് ഡയറി ഇതാണ്.
It's a wonderful day indeed. As always, I look forward to reaching the railway station as early as possible. വളരെ സാധ്യമാകുന്ന അത്രയും നേരത്തെ റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ ഞാൻ സമയമാകാൻ വേണ്ടി കാത്തിരുന്നു. ഐ ലുക്ക് ഫോർവേഡ് ടു റീച്ചിങ്, അവിടെ എത്താൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു എന്നർത്ഥത്തിലേക്ക്, ഒരു പ്രതീക്ഷയോടെ. I knew that the bundles of the newspapers would be tossed out of the moving train. Tossed out. Toss out എന്നാണ് നൽകിയിരുന്നത് ബേസ് ഫോമിൽ അഥവാ പ്രസന്റ് ടെൻസ് ഫോമിൽ. നാം ഇതൊരു പാസീവ് ആയതുകൊണ്ട് V3 ഫോമിലേക്ക് മാറ്റിയത് ശ്രദ്ധിക്കുക. ടോസ്ഡ് ഔട്ട്. And I had to catch them. I know it isn't easy for a child of 8 like me. ഈ ഒരു ജോലി 8 വയസ്സുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എളുപ്പമല്ല എന്ന് എനിക്കറിയാം. But I will do it. എങ്കിലും ഞാനത് ചെയ്യും. I can't complain. I will have it to hang in somehow. പരാതിപ്പെട്ടിരിക്കാൻ എനിക്കാകില്ല. ഏത് വിധേനയും ഈ ഒരു ജോലിയുടെ സാഹചര്യത്തിൽ ഞാൻ നിലനിൽക്കണം. I will have to remain in this job എന്നർത്ഥത്തിൽ. It is my responsibility to help my parents. I can't contribute much, but the little that I do matters. I think I will have to carry on and play my part. എൻ്റെ ഈ ജോലി ഒരു ചെറിയ വരുമാനമാണ് നൽകുന്നതെങ്കിലും അത് കുടുംബത്തിൽ വലിയൊരു കാര്യമായിരിക്കും. അതുകൊണ്ട് I will have to carry on and play my part. ഞാൻ എൻ്റെ ഭാഗം ചെയ്ത് മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യണം. എൻ്റെ പാർട്ട് ഞാൻ ചെയ്തേ പറ്റൂ എന്നുള്ള ഒരു ഉത്തരവാദിത്വ ബോധം. Carry on means I will have to continue and play my part. Moreover, after distributing all the papers, അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് പേപ്പേഴ്സ് എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ just to pour over the news, വാർത്തകൾ ഒന്ന് ശ്രദ്ധാപൂർവം വായിക്കുന്നത് ഈസ് ഗ്രേറ്റ് ഫൺ ആൻഡ് എ മീൻസ് ഓഫ് അക്വയറിംഗ് നോളജ്. അതൊരു ഫണ്ണാണ്, അതോടൊപ്പം തന്നെ അറിവ് നേടാനുള്ള ഒരു മാർഗം കൂടിയാണ്. ജസ്റ്റ് ടു പോർ ഓവർ മീൻസ് ജസ്റ്റ് ടു റീഡ് കെയർഫുള്ളി എന്നുള്ളത്. ഈ രൂപത്തിൽ ഫ്രേസൽ വെർബുകൾ ധാരാളമായി പഠിക്കാൻ ശ്രമിക്കുക. നെക്സ്റ്റ്, ലെറ്റ്സ് അനലൈസ് ആക്ടിവിറ്റി 1. Read the following passages. In the course of their journey, Granny and Manny witnessed a landslide. This caused them some discomfort and inconvenience. Natural disasters may sometimes be the result of human activities. Don't you agree? If we care for nature, nature will surely protect us. ഗ്രാനിയുടെയും മാനിയുടെയും യാത്രയിൽ അവര് ഒരു ലാൻഡ് സ്ലൈഡിന് സാക്ഷ്യം വഹിച്ചു. പലപ്പോഴും ഇത്തരത്തിലുള്ള നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, പ്രകൃതി ദുരന്തങ്ങൾ, റിസൾട്ട് ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റീസ്, മനുഷ്യരുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടായിരിക്കും. എന്നിട്ട് നമ്മോട് പറയുന്നു, ഇഫ് വി കെയർ ഫോർ നേച്ചർ, നാം പ്രകൃതിയെ സംരക്ഷിക്കുകയാണെങ്കിൽ നേച്ചർ വിൽ ഷുവർലി പ്രൊട്ടക്ട് അസ്, പ്രകൃതി നമ്മയും തീർച്ചയായും സംരക്ഷിക്കും. ഇതൊരു കണ്ടീഷണൽ സെന്റൻസ് ആണ്. അതുപോലെ തന്നെ മറ്റൊരു സെന്റൻസ് കൂടെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഗ്രാനീസ് ഐസൈറ്റ് വാസ് ഗ്രോയിങ് സ്റ്റെഡിലി വീക്കർ. ഗ്രാനിയുടെ കാഴ്ചശക്തി ക്രമേണ കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഷീ കുഡിന്റ് സീ എനിത്തിങ് പ്രോപ്പർലി. ഇപ്പോൾ ഒന്നും പ്രോപ്പറായിട്ട് അവർക്ക് കാണാൻ കഴിയുന്നില്ല. മാനി തോട്ട്സ്. ഈ ഒരു വേളയിൽ മാനിയുടെ മനസ്സിൽ ഒരു ചിന്ത വരുന്നു. ഇഫ് ഷീ ഗോട്ട് ന്യൂ ഗ്ലാസസ്, മുത്തശ്ശിക്ക് പുതിയ കണ്ണട ലഭിച്ചാൽ, ഷീ കുഡ് സീ പ്രോപ്പർലി, അവർക്ക് നന്നായി കാണാൻ കഴിയും. ഇത് മനസ്സിൽ കാണുന്ന ഒരു ഇമാജിനേഷനാണ്, ഒരു ഭാവനയാണ്. പുതിയ കണ്ണട ലഭിച്ചിട്ടില്ല, ലഭിക്കുകയാണെങ്കിൽ അമ്മക്ക് നന്നായി കാണും. നെക്സ്റ്റ് ആക്ടിവിറ്റി അണ്ടർ ലെറ്റ്സ് അനലൈസ്. ആക്ടിവിറ്റി 1. റീഡ് ദ ഫോളോയിങ് പാസേജസ്. ഇവിടെ 2 പാസേജുകൾ നൽകിയിരിക്കുന്നു. ഈ പാസേജുകളിൽ 2 സെന്റൻസുകൾ ഹൈലൈറ്റ് ചെയ്തും നൽകിയിട്ടുണ്ട്. ഈ ഹൈലൈറ്റഡ് സെന്റൻസുകൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. If we care for nature, nature will surely protect us. If she got new glasses, she could see properly. എന്നിങ്ങനെയാണ് ഹൈലൈറ്റഡ് സെന്റൻസസ്. ഇനി നമ്മോട് ആ സെന്റൻസുകൾ ഇവിടെ എടുത്തെഴുതാനും ആവശ്യപ്പെട്ടിരിക്കുന്നു. നാം അത് ചെയ്തിരിക്കുന്നു. If we care for nature, nature will surely protect us. Sentence B. If she got new glasses, she could see properly. One part of the given sentences expresses a condition and the other its consequence. ഈ 2 സെന്റൻസുകളും പരിശോധിക്കുമ്പോൾ ഓരോ സെന്റൻസിലും 2 ഭാഗങ്ങളുണ്ട്.
ഒരു ഭാഗത്ത് ഒരു കണ്ടീഷൻ, ഒരു വ്യവസ്ഥ പറയുന്നു, മറുഭാഗത്ത് ആ കണ്ടീഷന്റെ ഒരു റിസൾട്ട്, അതിന്റെ കോൺസിക്വൻസ്, അതിൻ്റെ ഒരു ഇഫക്റ്റ്, ആ കണ്ടീഷൻ സാധ്യമായാൽ എന്തായിരിക്കും അതിന്റെ റിസൾട്ട് എന്നും പറയുന്നു. ഇനി നമ്മോട് ആവശ്യപ്പെടുന്നത് ഇങ്ങനെ ഈ കണ്ടീഷൻ ഏതാണെന്നും അതിന്റെ കോൺസിക്വൻസ് അഥവാ ഇഫക്റ്റ് ഓർ റിസൾട്ട് എന്താണെന്നും ഇവിടെ കോളത്തിലേക്ക് മാറ്റി എഴുതുക. ഒന്നാം സെന്റൻസിൽ കണ്ടീഷൻ ഇതാണ്: ഇഫ് വി കെയർ ഫോർ നേച്ചർ, നാം പ്രകൃതിയെ സംരക്ഷിക്കുകയാണെങ്കിൽ എന്നുള്ളതാണ് കണ്ടീഷൻ. ആ ഒരു കണ്ടീഷൻ, വ്യവസ്ഥ നടന്നാൽ അതിന്റെ റിസൾട്ട് ഇതായിരിക്കും: നേച്ചർ വിൽ ഷുവർലി പ്രൊട്ടക്ട് അസ്, പ്രകൃതി നമ്മയും തീർച്ചയായും സംരക്ഷിക്കും. അപ്പൊ നാം പ്രകൃതിയെ സംരക്ഷിക്കണം, എങ്കിൽ മാത്രമേ ഈ റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. രണ്ടാമത്തെ സെന്റൻസിൽ ഇഫ് ഷീ ഗോട്ട് ഹെർസെൽഫ് ന്യൂ ഗ്ലാസസ്, മുത്തശ്ശിക്ക് പുതിയ ഗ്ലാസുകൾ ലഭിച്ചു എങ്കിൽ, അങ്ങനെ ഒരു കണ്ടീഷൻ, പുതിയ ഗ്ലാസുകൾ ലഭിച്ചു എങ്കിൽ ഷീ കുഡ് സീ പ്രോപ്പർലി, അവർക്ക് നന്നായി കാണാൻ കഴിയുമായിരുന്നു. അപ്പോ ഓരോ സെന്റൻസിലെയും കണ്ടീഷൻ എന്താണെന്നും ആ കണ്ടീഷൻ പൂർത്തീകരിച്ചാൽ എന്തായിരിക്കും കോൺസിക്വൻസ് എന്നുള്ളതും രണ്ട് ഭാഗങ്ങൾ ഈ ഓരോ സെന്റൻസിലും ഉണ്ട്. കണ്ടീഷൻ വരുന്ന ആ ഭാഗത്ത് നാം ഇഫ് ക്ലോസ് അഥവാ കണ്ടീഷണൽ ക്ലോസ് എന്നാണ് പറയാറ്. അതിന്റെ റിസൾട്ട്, കോൺസിക്വൻസ് വരുന്ന ഭാഗത്തെ മെയിൻ ക്ലോസും എന്നും പറയും. ഇനി നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ആക്ടിവിറ്റി ബി, ഡിസ്കസ് ദ ഡിഫറൻസസ് ഇൻ മീനിങ് ബിറ്റ്വീൻ ദ ടു സെന്റൻസസ്. ഈ രണ്ട് സെന്റൻസുകളുടെയും അർത്ഥവ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കുക. അതിവിടെ വിശദീകരിച്ചിരിക്കുന്നു. സെന്റൻസ് 1, ഒന്നാമത്തെ സെന്റൻസ് അഥവാ ഇഫ് വി കെയർ ഫോർ നേച്ചർ എന്നുള്ളത് ഒരു ഫസ്റ്റ് കണ്ടീഷണൽ സെന്റൻസിന്റെ ഉദാഹരണമാണ്. മറ്റൊരർത്ഥത്തിൽ ടൈപ്പ് 1 കണ്ടീഷണൽ സെന്റൻസ് എന്നറിയപ്പെടും. ഇത്തരം സെന്റൻസുകൾ ടോക്സ് അബൌട്ട് എ റിയൽ ഫ്യൂച്ചർ പോസിബിലിറ്റി, യഥാർത്ഥത്തിൽ സാധ്യതയുള്ള ഒരു കാര്യത്തെക്കുറിച്ചായിരിക്കും പറയുന്നത്. നടക്കുമെന്ന് നമുക്ക് സാധ്യതയുള്ള ഉറപ്പുള്ള ഒരു കാര്യം. പ്രകൃതിയെ നാം സംരക്ഷിക്കുകയാണെങ്കിൽ അതിന് ഉറച്ച ഒരു ഫലമുണ്ടായിരിക്കും, ഒരു റിസൾട്ട് ഉണ്ടായിരിക്കും. അത് പോസിബിൾ ആണ്. പ്രകൃതി നമ്മെയും സംരക്ഷിക്കും. നാം കണ്ടീഷൻ ചെയ്താൽ അതിന് സാധ്യതയുള്ള ഒരു റിസൾട്ട് ഉണ്ട് എന്നർത്ഥം. എന്നാൽ രണ്ടാമത്തെ സെന്റൻസ് സെക്കൻഡ് കണ്ടീഷണൽ എന്നാണ് അറിയപ്പെടുക. അതല്ലെങ്കിൽ ടൈപ്പ് 2 കണ്ടീഷണൽ സെന്റൻസസ് എന്നറിയപ്പെടും. അതിന്റെ ഒരു പ്രത്യേകത ടോക്സ് അബൌട്ട് ആൻ ഇമാജിനറി ഓർ അൺറിയൽ പ്രസന്റ് സിറ്റുവേഷൻ. നാം പ്രസന്റ് ടൈമിൽ നിന്നുകൊണ്ട് തന്നെ ഒരു ഭാവനയെ കുറിച്ചാണ് പറയുന്നത്. പുതിയ കണ്ണട ലഭിച്ചിരുന്നു എങ്കിൽ എന്ന് വെച്ചാൽ പുതിയ കണ്ണട ഇപ്പോൾ ഇല്ല, ലഭിച്ചിട്ടില്ല. അങ്ങനെ ലഭിച്ചിരുന്നു എങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും? ഷീ കുഡ് സീ പ്രോപ്പർലി, അവർക്ക് നന്നായി കാണാൻ കഴിയുന്ന ഒരവസ്ഥയായിരിക്കും. ഇതൊരു ഭാവന മാത്രമാണ്, യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടില്ല. Now write down the sentences in the situations in which you would see or in which you would use them. ഇവിടെ സന്ദർഭങ്ങൾ വിശദീകരിച്ച് 2 കോളങ്ങൾ നൽകിയിട്ടുണ്ട്. അതായത് പോസിബിൾ ഓർ പ്രോബബിൾ സിറ്റുവേഷൻ, സാധ്യതയുള്ള ഒരു റിസൾട്ട്. മറ്റൊന്ന് ഇംപ്രോബബിൾ ആണ്, സാധ്യതയില്ലാത്തത്. അൺറിയൽ, യഥാർത്ഥമല്ലാത്ത ഒരു കോൺസിക്വൻസ്. ഓർ ഇമാജിനറി സിറ്റുവേഷൻ, വെറും ഒരു ഭാവന മാത്രം. അപ്പോ ഭാവന ഏത്, പോസിബിൾ ആയിട്ടുള്ള സാധ്യതയുള്ള റിസൾട്ട് ഏത് എന്നിങ്ങനെ സിറ്റുവേഷനിലേക്ക് മാറ്റി എഴുതാം. ഇഫ് വി കെയർ ഫോർ നേച്ചർ, നാം പ്രകൃതിയെ സംരക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് സാധ്യതയുണ്ട്, പോസിബിൾ ആണ്. നേച്ചർ വിൽ ഷുവർലി പ്രൊട്ടക്ട് അസ്. എന്നാൽ ഒരു ഭാവന മാത്രമായിട്ടുള്ളത് എന്ന് വെച്ചാൽ നാം അൺറിയൽ ആയ ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇഫ് ഷീ ഗോട്ട് ന്യൂ ഗ്ലാസസ്, അവർക്ക് പുതിയ ഗ്ലാസ് കിട്ടിയിരുന്നു എങ്കിൽ, കിട്ടിയിട്ടില്ല, ഇപ്പോൾ അത് റിയൽ അല്ല, ഒരു ഭാവനയിൽ മാത്രം ഉള്ള കാര്യമാണ്. ഷീ കുഡ് സീ പ്രോപ്പർലി, അവർക്ക് നന്നായി കാണാൻ കഴിയുന്ന ഒരവസ്ഥയാകുമായിരുന്നു. വിദ്യാർത്ഥികൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, കണ്ടീഷണൽസ് വിച്ച് എക്സ്പ്രസ് പോസിബിൾ ഓർ പ്രോബബിൾ സിറ്റുവേഷൻസ് ആർ കോൾഡ് ടൈപ്പ് 1. ഈ 2 എക്സാമ്പിളുകളിലൂടെ പറയുന്ന പോലെ സാധ്യതയുള്ള കാര്യത്തെക്കുറിച്ച് പറയുന്ന കണ്ടീഷണൽ സെന്റൻസുകൾ ടൈപ്പ് 1 കണ്ടീഷണൽ സെന്റൻസ് ഓർ ഫസ്റ്റ് കണ്ടീഷണൽ, പോസിബിൾ കണ്ടീഷണൽസ് എന്നൊക്കെയാണ് അറിയപ്പെടുക. And those that express impossible or unreal or imaginary situations are called type 2 conditionals. അതുപോലെ തന്നെ
സാധ്യതയില്ലാത്ത, അൺറിയൽ ആയിട്ടുള്ള, ഇപ്പോൾ യാഥാർത്ഥ്യത്തിൽ ഇല്ലാത്ത, വെറും ഒരു ഭാവനയുടെ ഉദ്ദേശത്തിൽ മാത്രം പറയുന്ന തരത്തിലുള്ള കണ്ടീഷണൽ സെന്റൻസുകളെ ടൈപ്പ് 2, അതല്ലെങ്കിൽ സെക്കൻഡ് കണ്ടീഷണൽസ്, അതുമല്ലെങ്കിൽ ഇംപ്രോബബിൾ കണ്ടീഷണൽ സെന്റൻസസ് എന്നൊക്കെയാണ് അറിയപ്പെടുക. ഇനി ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വിദ്യാർത്ഥികൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. ഐഡന്റിഫൈ ദ വേർബ്സ് ഇൻ ദ സെന്റൻസസ് ഗിവൺ എബവ് ആൻഡ് റൈറ്റ് ദം ഇൻ ദ ടേബിൾ ഗിവൺ ബിലോ. ഇവിടെയാണ് ഇതിന്റെ പ്രത്യേകത ശ്രദ്ധിക്കേണ്ടത്. ടൈപ്പ് 1 കണ്ടീഷണൽ സെന്റൻസിലെ വേർബുകളുടെ ടെൻസ് രൂപം എന്താണെന്നും ടൈപ്പ് 2വിൽ എന്താണ് വ്യത്യാസം എന്നുള്ളതും ശരിയാമിതം മനസ്സിലാക്കി വെക്കുക. ടൈപ്പ് 1 അതിലെ ഇഫ് ക്ലോസിൽ അഥവാ കണ്ടീഷണൽ സെന്റൻസിൽ കെയർ എന്നുള്ളതാണ് വേർബ് നൽകിയിരിക്കുന്നത്. ഇഫ് വി കെയർ ഫോർ നേച്ചർ, കെയർ എന്നുള്ളത് ഒരു സിമ്പിൾ പ്രസന്റ് ഫോമാണ്. അപ്പോൾ അതിന്റെ മെയിൻ ക്ലോസിൽ അഥവാ റിസൾട്ട് ക്ലോസിൽ വിൽ പ്രൊട്ടക്ട് എന്ന രൂപമാണ് തന്നത് എന്ന് ശ്രദ്ധിക്കുക. എന്നാൽ ടൈപ്പ് 2 സെന്റൻസിൽ ഗോട്ട് എന്നുള്ളതാണ് വേർബ്. അത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോ ടൈപ്പ് 1ലെയും ടൈപ്പ് 2വിലെയും ഇഫ് ക്ലോസിലെ വേർബുകളുടെ ടെൻസ് മാറ്റം ശ്രദ്ധിക്കുക. ടൈപ്പ് 1ൽ അത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയിരുന്നു. എന്നാൽ ടൈപ്പ് 2വിൽ ഇമാജിനറി കണ്ടീഷനിൽ പറയുമ്പോൾ സിമ്പിൾ പാസ്റ്റ് വേർബാണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ മെയിൻ ക്ലോസിൽ ടൈപ്പ് 1ൽ വിൽ പ്രൊട്ടക്ട് എന്നിങ്ങനെയായിരുന്നു ഓക്സിലറി വേർബും മെയിൻ വേർബും ഉപയോഗിച്ചത്. എന്നാൽ ടൈപ്പ് 2വിന്റെ മെയിൻ ക്ലോസിൽ could see എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഓക്സിലറി വേർബിന്റെ ഒരു പാസ്റ്റ് ഫോം ഉപയോഗിച്ചിരിക്കുന്നു. ആ സ്ഥാനത്ത് നാം വില്ലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് വുഡ് ആയി മാറുമായിരുന്നു. വുഡ് എന്നുള്ളത് ശ്രദ്ധിക്കും. വീണ്ടും വിദ്യാർത്ഥികളോട് ആവശ്യപ്പെടുന്നു. ഡു യു ഫൈൻഡ് എ പാറ്റേൺ ഫോളോഡ് ഇൻ ദ മാനേജ്മെന്റ് ഓഫ് വേർബ്സ് ഇൻ ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 കണ്ടീഷണൽസ്? ടൈപ്പ് 1ലെയും ടൈപ്പ് 2വിലെയും വേർബ് പാറ്റേൺ വിദ്യാർത്ഥികൾ ശരിയാമിതം ശ്രദ്ധിച്ചുവോ? ഒരിക്കൽ കൊടുക്ക് പറയുന്നു. ടൈപ്പ് 1ൽ സിമ്പിൾ പ്രസന്റ് വേർബ് ആയിരിക്കും ഇൻ ദി ഇഫ് ക്ലോസ് ആൻഡ് വിൽ ഓർ ഷാൽ ഓർ മേ ഓർ ക്യാൻ. ഇങ്ങനെയുള്ള മോഡൽ ഓക്സിലറി വേർബുകളാണ് ടൈപ്പ് 1ന്റെ മെയിൻ ക്ലോസിൽ ഉപയോഗിക്കുക. ശേഷം ബേസ് വേർബ് ഏതാണോ ഉപയോഗിക്കുന്ന വേർബ് അതിന്റെ ബേസ് ഫോം ഇൻ ദ മെയിൻ ക്ലോസ്. എന്നാൽ ടൈപ്പ് 2വിലേക്ക് വരുമ്പോൾ സിമ്പിൾ പാസ്റ്റ് വേർബ് ഇൻ ഇഫ് ക്ലോസ്. ഇഫ് ക്ലോസിൽ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കണം, ഗോട്ട് പോലെ. അത്തരം ഘട്ടത്തിൽ ടൈപ്പ് 2 സെന്റൻസുകളുടെ മെയിൻ ക്ലോസിലേക്ക് വരുമ്പോൾ വുഡ് എന്ന് ഉപയോഗിക്കണം. അതായത് വിൽ ഉപയോഗിക്കുന്ന സ്ഥാനത്ത് വുഡ് ആക്കി മാറ്റണം. ഷാൽ ഉപയോഗിക്കുന്ന സ്ഥാനത്ത് അത് ഷുഡ് ആക്കി മാറ്റണം. മേ ഉപയോഗിക്കുകയാണെങ്കിൽ ടൈപ്പ് 1ൽ മേ ഉപയോഗിക്കുന്ന സ്ഥാനത്ത് ടൈപ്പ് 2വിൽ മൈറ്റ് ഉപയോഗിക്കണം. ക്യാൻ ടൈപ്പ് 1ൽ ഉപയോഗിക്കുന്ന സ്ഥാനത്ത് കുഡ് എന്ന രൂപത്തിലേക്ക് മോഡൽ ഓക്സിലറികളുടെ ഒരു പാർട്ട് ഫോമിലേക്ക് മാറ്റണം. ദെൻ ഏതാണോ നാം ഉദ്ദേശിക്കുന്ന വേർബ് അതിന്റെ ബേസ് ഫോം ചേർക്കണം. ഇങ്ങനെ ഈ പാറ്റേൺ ഓർത്തു വെക്കുക. ടൈപ്പ് 1ന്റെ ഇഫ് ക്ലോസിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ്, അതിന്റെ മെയിൻ ക്ലോസിൽ വിൽ, ഷാൽ, മേ, ക്യാൻ പ്ലസ് വേർബ്. ടൈപ്പ് 2വിൽ ഇഫ് ക്ലോസിൽ സിമ്പിൾ പാസ്റ്റ് വേർബ്, അവയുടെ മെയിൻ ക്ലോസിൽ വുഡ്, ഷുഡ്, മൈറ്റ്, കുഡ്. ഇതിലേതെങ്കിലും ഒരു മോഡൽ ഓക്സിലറി പ്ലസ് വേർബ് എന്ന രൂപത്തിലേക്ക് എഴുതണം. ഈ ഒരു പാറ്റേൺ ഓർത്തു വെക്കുക. വീണ്ടും വിദ്യാർത്ഥികൾക്ക് എളുപ്പമാകാൻ വേണ്ടി വിശദീകരിച്ചിരിക്കുന്നു. ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 കണ്ടീഷണൽസ് ഹാവ് ദ ഫോളോയിങ് പാറ്റേൺ. ടൈപ്പ് 1ൽ ഇഫ് ക്ലോസിൽ അഥവാ കണ്ടീഷണൽ ക്ലോസിൽ പ്രസന്റ് ഫോം V1 ഫോമാണ് ഉപയോഗിക്കേണ്ടത്. അത്തരം ടൈപ്പ് 1 സെന്റൻസുകളുടെ മെയിൻ ക്ലോസിൽ അഥവാ റിസൾട്ട് ക്ലോസിൽ മോഡൽ ഓക്സിലറി വെർബ്സ് ആയ ക്യാൻ, വിൽ, മേ ഇതിലേതെങ്കിലും ചേർത്ത് പ്രസന്റ് ഫോം V1 ഫോം വേർബ് ചേർത്ത് കൊടുക്കുക. ടൈപ്പ് 2വിൽ ഇഫ് ക്ലോസിൽ പാസ്റ്റ് ഫോം അഥവാ V2 ഫോം ചേർത്ത് അതിന്റെ മെയിൻ ക്ലോസിൽ വുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1 ഫോം ചേർത്ത് കൊടുക്കുക. ഇനി നൗ ലെറ്റ്സ് റൈറ്റ് ഡൗൺ മോർ സെന്റൻസസ് ഇൻ ദ ഗിവൺ പാറ്റേൺ. ടൈപ്പ് 1ന്റെയും ടൈപ്പ് 2ന്റെയും കൂടുതൽ എക്സാമ്പിളുകൾ എഴുതുക. പാറ്റേൺ 1 അഥവാ ടൈപ്പ് 1 സെന്റൻസുകളുടെ ഉദാഹരണം. If we put an end to deforestation, we can prevent landslides. ഈ സെന്റൻസിൽ ഇഫ് ക്ലോസ് ആണ് ആദ്യം നൽകിയിരിക്കുന്നത്. അവിടെ put എന്നുള്ള V1 അഥവാ സിമ്പിൾ പ്രസന്റ് ടെൻസ് നൽകിയത് ശ്രദ്ധിക്കുക. അതിന്റെ മെയിൻ ക്ലോസ്
വി ക്യാൻ പ്രിവെന്റ് ലാൻഡ് സ്ലൈഡ്സ് എന്നുള്ളിടത്ത് ക്യാൻ എന്നുള്ള മോഡൽ ഓക്സിലറിയും ദെൻ പ്രിവെന്റ് എന്നുള്ള ഒരു V1 വേർബും കൊടുത്തതും ശ്രദ്ധിക്കുക. ഇത് ടൈപ്പ് 1 കണ്ടീഷണൽ സെന്റൻസ് ആണ്. ഇനി മറ്റൊരു എക്സാമ്പിൾ, ഇഫ് ഹി സ്റ്റഡീസ് ഹാർഡ്. സ്റ്റഡീസ് എന്നുള്ളത് വേർബ് ഉപയോഗിച്ചത് ശ്രദ്ധിക്കുക. ഇഫ് ക്ലോസിൽ സ്റ്റഡീസ് എന്നുള്ള എസ് ഫോം അത് V1 തന്നെയാണ്, അഥവാ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ദെൻ അതിന്റെ മെയിൻ ക്ലോസിൽ വിൽ പാസ്, വിൽ എന്നുള്ള മോഡൽ ഓക്സിലറിയും പാസ് എന്നുള്ള ഒരു വേർബും കൊടുത്തിരിക്കുന്നു V1 ഫോമിൽ. ദെൻ പാറ്റേൺ 2 അഥവാ ടൈപ്പ് 2 കണ്ടീഷണൽ സെന്റൻസുകളുടെ ഉദാഹരണം, ഇഫ് ക്ലോസിൽ ഇഫ് വി പ്ലാന്റ് മോർ ട്രീസ്. പ്ലാന്റഡ് എന്നുള്ള ഒരു സിമ്പിൾ പാസ്റ്റ് അഥവാ V2 വേർബ് നൽകിയത് ശ്രദ്ധിക്കുക. അത്തരം ടൈപ്പ് 2 സെന്റൻസിന്റെ മെയിൻ ക്ലോസിൽ ദ വേൾഡ് വുഡ് ബി എ ബെറ്റർ പ്ലേസ്. വുഡ് എന്നുള്ള മോഡൽ ഓക്സിലറി ചേർത്തു, ബി എന്നുള്ള V1 വേർബും. ദെൻ മറ്റൊരു എക്സാമ്പിൾ, ഇഫ് യു സ്റ്റഡീഡ് ഹാർഡ്. നേരത്തെ കൊടുത്ത സ്റ്റഡീസ് എന്നുള്ളതിനെ സ്റ്റഡീഡ് എന്ന V2 ഫോമിലേക്ക് മാറ്റി ടൈപ്പ് 2വിൽ. ദെൻ വുഡ് പാസ് എന്നാക്കി മാറ്റി മെയിൻ ക്ലോസിൽ ഹി വുഡ് പാസ് ദി എക്സാംസ്. നേരത്തെ ടൈപ്പ് 1ൽ അത് വിൽ പാസ് ആയിരുന്നു, ടൈപ്പ് 2ലേക്ക് വന്നപ്പോൾ മെയിൻ ക്ലോസിൽ വുഡ് പാസ് എന്നിങ്ങനെ മാറ്റി. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ പാറ്റേൺ റിലേഷൻ ഓർത്തു വെക്കുക. നൗ ലെറ്റ്സ് പ്ലേ ദ ഗെയിം പിക്ക് ആൻഡ് ചൂസ്. കണ്ടീഷണൽ സെന്റൻസുകൾ മനസ്സിൽ ഉറപ്പിക്കാൻ വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിൽ ഒരു പിക്ക് ആൻഡ് ചൂസ് ഗെയിം സംഘടിപ്പിക്കാവുന്നതാണ്. 2 ബൗൾസ് എടുത്ത് ഒരു ബൗളിൽ ഇഫ് ക്ലോസുകൾ എഴുതുക. വ്യത്യസ്തമായ എന്ന് വെച്ചാൽ ടൈപ്പ് 1ന്റെയും ടൈപ്പ് 2ന്റെയും ഇഫ് ക്ലോസുകൾ ധാരാളം എഴുതുക സ്ലിപ്പുകളാക്കിയിട്ട്. ദെൻ ബൗൾ 2വിൽ കറസ്പോണ്ടിങ് മെയിൻ ക്ലോസസ് എഴുതുക. ടൈപ്പ് 1ൽ ഇഫ് ക്ലോസിൽ സിമ്പിൾ പ്രസന്റ് ടെൻസുകളും അതിന്റെ മെയിൻ ക്ലോസിൽ വിൽ, ഷാൾ, ക്യാൻ, മേ പ്ലസ് വേർബ് എന്ന രൂപത്തിലുള്ള മെയിൻ ക്ലോസുകളും എഴുതി സ്ലിപ്പുകൾ ഉപയോഗിക്കുക. ദെൻ അതുപോലെ തന്നെ ടൈപ്പ് 2ന്റെ ഇഫ് ക്ലോസുകൾ എഴുതുക. ഇഫ് ക്ലോസിൽ സിമ്പിൾ പാസ്റ്റ് വേർബും അവയുടെ മെയിൻ ക്ലോസിൽ വുഡ്, ഷുഡ്, മൈറ്റ്, കുഡ് എന്നിങ്ങനെ ഓക്സിലറി വേർബും പ്ലസ് മെയിൻ വേർബ് V1 ഫോമിലും എഴുതിയിട്ട് സ്ലിപ്പുകൾ ഉണ്ടാക്കുക. എന്നിട്ട് ഓരോരുത്തരും അവരുടേതായ ടേൺ അനുസരിച്ച് പിക്ക് ആൻഡ് ചൂസ് ഗെയിം കളിച്ച് കറക്റ്റ് ആയി കിട്ടുന്ന രൂപത്തിലേക്ക് ആ ഗെയിം തുടരുക. നെക്സ്റ്റ് ആക്ടിവിറ്റി, ആക്ടിവിറ്റി 2. Read the following sentences from the story A Long Walk with Granny. Sentence 1. He calls, "Can you see all right, Granny?" Sentence 2. "What is 10 miles?" said Granny. Now write the highlighted part of the sentences in the space given below. ഇവിടെ 2 ക്വസ്റ്റ്യൻസ് ഹൈലൈറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട്. അവ ഈ കോളത്തിലേക്ക് എടുത്ത് എഴുതുക. ഒന്നാമത്തത് "Can you see all right, Granny?" ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തത് "What is 10 miles?" മറ്റൊരു ക്വസ്റ്റ്യൻ. What differences do you notice in the above sentences? ഈ 2 സെന്റൻസുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ച ഡിഫറൻസ് എന്താണ്, വ്യത്യാസം എന്താണ്? The first sentence begins with an auxiliary verb. ആദ്യ ക്വസ്റ്റ്യൻ ആരംഭിക്കുന്നത് ഒരു ഓക്സിലറി വേർബ് കൊണ്ടാണ്. ക്യാൻ എന്നുള്ളത് ഒരു മോഡൽ ഓക്സിലറി വേർബ് ആണ്. The second sentence begins with a question word. രണ്ടാമത്തത് വാട്ട് എന്നുള്ള ഒരു വേർഡ് കൊണ്ടാണ് തുടങ്ങുന്നത്. അതൊരു ക്വസ്റ്റ്യൻ വേർഡ് ആണ്. വാട്ട് ഈസ് എ ക്വസ്റ്റ്യൻ വേർഡ് ആൻഡ് ക്യാൻ ഈസ് an auxiliary verb. ഇതാണ് ഈ 2 ക്വസ്റ്റ്യൻസും തമ്മിലുള്ള പ്രകടമായ വ്യത്യാസം. നാം സാധാരണമായി നമ്മുടെ ഡെയിലി ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡ്സും അതോടൊപ്പം തന്നെ ഓക്സിലറി വേർബ്സും വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കണം. ഇവിടെ കോമൺലി യൂസ്ഡ് ക്വസ്റ്റ്യൻ വേർഡ്സ് തന്നിരിക്കുന്നു. വാട്ട്, വെൻ, വിച്ച്, വേർ, വൈ, ഹു, ഹൂം, ഹൂസ്, ഹൗ, ഹൗ ഓൾഡ്, ഹൗ ഫാർ, ഹൗ ഓഫൻ, ഹൗ ലോങ്, ഹൗ മെനി, ഹൗ മച്ച്, എറ്റ്സെട്ര. ഈ ക്വസ്റ്റ്യൻ വേർഡ്സ് എല്ലാം തന്നെ WH ക്വസ്റ്റ്യൻ വേർഡ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അതിനുള്ള കാരണം മിക്ക ക്വസ്റ്റ്യൻ വേർഡ്സും ആരംഭിക്കുന്നത് W ആൻഡ് H എന്നോ അതല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വേർഡിൽ ഹൗ ഉൾപ്പെടെയുള്ള ആ വാക്കുകളിൽ W ആൻഡ് H ഉൾപ്പെടുന്നത് കൊണ്ടോ ഒക്കെയാണ് അങ്ങനെ വിളിക്കപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഓക്സിലറി വേർബ്സ് വിദ്യാർത്ഥികൾ
അറിഞ്ഞിരിക്കണം. am, is, are, was, were, do, does, did, have, has, had. ഇവയാണ് പ്രൈമറി ഓക്സിലറി വെർബ്സ്. ദെൻ മോഡൽ ഓക്സിലറി വെർബ്സ് എന്നറിയപ്പെടുന്ന can, could, will, would, shall, should, may, might, must, need, dare, ought to, used to എന്നിങ്ങനെയുള്ള ഓക്സിലറി വെർബ്സും വിദ്യാർത്ഥികൾ നിർബന്ധമായും പഠിച്ചു വെക്കുക. Now activity B. Read the following conversation between Shamsuddin and Kalam and list the sentences beginning with question words and those beginning with auxiliary verbs. ഇവിടെ ഷംസുദ്ദീൻ കലാം ഇവർക്കിടയിലുള്ള ഒരു കോൺവെർസേഷൻ നൽകിയിരിക്കുന്നു. ഈ കോൺവെർസേഷനിൽ ഏതാനും ക്വസ്റ്റ്യൻസുമുണ്ട്. വിദ്യാർത്ഥികൾ ലിസ്റ്റ് ചെയ്യുക, ഓരോന്നും എടുത്തെഴുതുക. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യൻ വേർഡ് കൊണ്ട് തുടങ്ങുന്നത്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഓക്സിലറി വെർബ്സ് കൊണ്ട് തുടങ്ങുന്നത്, ഈ കോളത്തിലേക്ക് എഴുതുക. വിദ്യാർത്ഥികൾക്ക് വേണ്ടി അതിവിടെ ചെയ്തു നൽകിയിരിക്കുന്നു. സെന്റൻസസ് ബിഗിനിങ് വിത്ത് ക്വസ്റ്റ്യൻ വേർഡ്സ്. വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? വെൻ ഷുഡ് ഐ റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ? വാട്ട് ആൻഡ് വെൻ ഇവ ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ്. ദെൻ സെന്റൻസസ് ബിഗിനിങ് വിത്ത് ഓക്സിലറി വെർബ്സ്. വുഡ് യു ലൈക്ക് ടു ജോയിൻ ദ ട്രെയിൻ? ഇവിടെ വുഡ് എന്നുള്ളത് ഒരു ഓക്സിലറി വെർബ് ആണ്. ഷുഡ് ഐ കളക്ട് ദം ഫ്രം രാമേശ്വരം റെയിൽവേ സ്റ്റേഷൻ? ഈ ക്വസ്റ്റ്യനിൽ ഷുഡ് എന്നുള്ള ഓക്സിലറി വെർബ് കൊണ്ടാണ് തുടങ്ങിയിരിക്കുന്നത്. ക്വസ്റ്റ്യൻസ് ബിഗിനിങ് വിത്ത് ക്വസ്റ്റ്യൻ വേർഡ്സ് ആർ WH ക്വസ്റ്റ്യൻസ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വേർഡുകൾ കൊണ്ട് തുടങ്ങുന്ന ക്വസ്റ്റ്യനുകളെ സാധാരണ WH ക്വസ്റ്റ്യൻസ് എന്ന് പറയാറുണ്ട്. ക്വസ്റ്റ്യൻസ് ബിഗിനിങ് വിത്ത് ഓക്സിലറി വെർബ്സ് ആർ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. ഓക്സിലറി വെർബ്സ് കൊണ്ട് തുടങ്ങുന്ന ക്വസ്റ്റ്യൻസ് ആണ് yes or no answer questions എന്നും അറിയപ്പെടുന്നത്. Now pick the questions and their corresponding responses from the above conversation and write them in the following table. ഒരിക്കൽ കൂടെ ഈ കോൺവെർസേഷനിൽ നിന്നുള്ള രണ്ട് തരം ക്വസ്റ്റ്യൻസും ഈ കോളങ്ങളിലേക്ക്, ക്വസ്റ്റ്യൻ എന്നുള്ള കോളങ്ങളിലേക്ക് എഴുതുക. അതോടൊപ്പം ഓരോ തരം ക്വസ്റ്റ്യന്റെയും റെസ്പോൺസ് അതേ കോൺവെർസേഷനിൽ നിന്ന് റെസ്പോൺസ് എന്ന കോളത്തിലേക്കും എഴുതുക. ആദ്യ ക്വസ്റ്റ്യൻ, വുഡ് യു ലൈക്ക് ടു ജോയിൻ ദ ടീം? യെസ് ഓഫ് കോഴ്സ്. അതായത് വുഡ് എന്നുള്ള ഓക്സിലറി വേർബ് കൊണ്ട് തുടങ്ങിയിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, അതിന്റെ പ്രതീക്ഷിക്കപ്പെടുന്ന ആൻസർ യെസ് എന്നോ നോ എന്നോ ആയിരിക്കും. അതൊരു യെസ് ഓർ നോ ആൻസർ ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ റെസ്പോൺസ് അഥവാ ആൻസർ ശ്രദ്ധിക്കുക, യെസ് ഓഫ് കോഴ്സ്. ദെൻ വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു എന്നുള്ളത് ഒരു WH ക്വസ്റ്റ്യൻ ആണ്, ഒരു ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ. അതിന് യെസ് എന്നോ നോ എന്നോ ആൻസർ പറഞ്ഞാൽ മതിയാകില്ല. അതിന് നമുക്ക് ഒരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ആൻസർ തന്നെ വേണം. യു വിൽ ഹാവ് ടു കളക്ട് ന്യൂസ് പേപ്പേഴ്സ് ഫ്രം ദ റെയിൽവേ സ്റ്റേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ദം ടു റീഡേഴ്സ്. ഇത്രയുമാണ് അതിന്റെ മറുപടി. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും ഒരു യെസ് ഓർ നോ ആൻസർ ക്വസ്റ്റ്യൻ ആണ്. ഷുഡ് ഐ കളക്ട് ദം ഫ്രം രാമേശ്വരം റെയിൽവേ സ്റ്റേഷൻ? യെസ് ഓഫ് കോഴ്സ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്ന ആൻസർ. അതും ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് ശ്രദ്ധിക്കുക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വെൻ ഷുഡ് ഐ റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ? ഈ ക്വസ്റ്റ്യൻ ഒരു WH ക്വസ്റ്റ്യൻ ആണ്. കാരണം വെൻ എന്ന ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ ആണത്. വെൻ എന്ന ക്വസ്റ്റ്യൻ വേർഡ് കൊണ്ടാണ് തുടങ്ങിയിരിക്കുന്നത്. അതിന്റെ ആൻസർ യെസ് എന്നോ നോ എന്നോ മതിയാകില്ല, ഒരു വ്യക്തമായ സെന്റൻസ് തന്നെ വേണം. ബൈ 5 in the morning എന്ന് റെസ്പോൺസ് നൽകിയതും ശ്രദ്ധിക്കുക. Do the questions beginning with question words elicit a factual answer? ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിന് ഒരു ഫാക്ച്വൽ ആൻസർ, കുറച്ച് വിശദീകരണം ആവശ്യമുള്ള അഥവാ ഒരു ഡിസ്ക്രിപ്റ്റീവ് ആൻസർ പ്രതീക്ഷിക്കുന്നുണ്ടോ? യെസ്. Do the questions beginning with auxiliary verbs elicit a similar response? എന്നാൽ ഓക്സിലറി വേർബ് കൊണ്ട് തുടങ്ങുന്ന ക്വസ്റ്റ്യനുകൾ അത്തരത്തിലുള്ള ഒരു ആൻസർ പ്രതീക്ഷിക്കുന്നുണ്ടോ? നോ. ഈ രണ്ട് ക്വസ്റ്റ്യൻ തന്നെ ശ്രദ്ധിക്കുക. ഇത് രണ്ടും ഡു എന്ന ഓക്സിലറി വേർബ് കൊണ്ടാണ് തുടങ്ങിയിരിക്കുന്നത്. അതായത് ഒരു ഫാക്ച്വൽ ആൻസർ എലിസിറ്റ് ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ യെസ്, ഇല്ലെങ്കിൽ ഇല്ല എന്ന രൂപത്തിൽ യെസ് ഓർ നോ ആൻസർ നൽകിയതും ശ്രദ്ധിക്കുക. Questions beginning with a question word elicit a factual response or information. ക്വസ്റ്റ്യൻ വേർഡുകൾ കൊണ്ട് തുടങ്ങുന്ന ക്വസ്റ്റ്യൻസ് ഫാക്ച്വൽ റെസ്പോൺസ് ഓർ ഇൻഫർമേഷൻ, വിശദമായ
ഒരു ആൻസർ പ്രതീക്ഷിക്കും. നമുക്ക് ഒരു ഡീറ്റെയിൽഡ് ആൻസറിന്, ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ടായിരിക്കും നാം ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. whereas those beginning with auxiliary verbs get a yes or no response. എന്നാൽ ഓക്സിലറി വേർബ് കൊണ്ട് തുടങ്ങുന്ന ക്വസ്റ്റ്യൻസിന് നാം പ്രതീക്ഷിക്കുന്നത് ഒന്നുകിൽ yes എന്നോ അല്ലെങ്കിൽ no എന്നോ ഒരു മറുപടി ആയിരിക്കും. Now, activity D. Frame WH questions to get the phrases underlined in the following sentences as answers. One has been done for you. ഇവിടെ ഏതാനും സെന്റൻസുകൾ നൽകിയിട്ടുണ്ട്. അതിൽ ചില ഭാഗം അണ്ടർലൈൻഡ് ആണ്. ആ അണ്ടർലൈൻഡ് ഭാഗങ്ങൾ ആൻസർ ആയി കിട്ടാൻ വേണ്ടി WH ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യുക. സെന്റൻസ് വായിക്കുക, അതിലെ അണ്ടർലൈൻഡ് പാർട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതായിരിക്കണം ആൻസർ. അപ്പോൾ അത് ആൻസർ ആയിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് നാം WH ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യുക. ഒരെണ്ണം ഒരു മോഡലായി ചെയ്ത് നൽകിയിട്ടുമുണ്ട്. എക്സാമ്പിൾ 1. Kalam went to the railway station. Kalam went to the railway station. The railway station എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയി ലഭിക്കേണ്ടത്. അതൊരു സ്ഥലമാണ്. അപ്പോൾ ഒരു സ്ഥലത്തെക്കുറിച്ച് ചോദിക്കാൻ നാം അതിനാവശ്യമായ WH ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിക്കണം. വേർ എന്നുള്ളതാണ് അതിന് പറ്റിയ ക്വസ്റ്റ്യൻ വേർഡ്. അതുകൊണ്ട് തന്നെ വേർ ഡിഡ് കലാം ഗോ എന്ന ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയത് ശ്രദ്ധിക്കുക. ഇനി ഇതേ രൂപത്തിൽ ബാക്കി സെന്റൻസുകളും അതിനനുസൃതമായ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുക. നമ്പർ 2. ന്യൂസ് പേപ്പർ ബണ്ടിൽസ് were flung out onto the platform. പ്ലാറ്റ്ഫോമിലേക്ക് ന്യൂസ് പേപ്പർ ബണ്ടിൽസ് എറിയപ്പെട്ടു. ഇവിടെ ന്യൂസ് പേപ്പർ ബണ്ടിൽസ് എന്നുള്ളതാണ് അണ്ടർലൈൻഡ് പാർട്ട്. എന്താണ് എറിയപ്പെട്ടത് എന്ന ചോദ്യത്തിന്റെ ആൻസർ ആണത്. അതുകൊണ്ട് എന്ത് എന്ന് ചോദിക്കാൻ വാട്ട് എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ച് ഒരു ക്വസ്റ്റ്യൻ തയ്യാറാക്കുക. വാട്ട് were flung out onto the platform. നമ്പർ 3. ഗ്രാനി ആൻഡ് മാനി were very close to each other. ഈ സെന്റൻസിൽ ഗ്രാനി ആൻഡ് മാനി എന്നുള്ള രണ്ടാളുകളെ കുറിച്ച് പറയുന്നു. ആരെന്ന് ചോദിച്ചെങ്കിലേ അവ ആൻസർ ആയിട്ട് വരികയുള്ളൂ. ആര് എന്ന് ചോദിക്കാൻ ഹു എന്ന ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിക്കാം. ഹു were very close to each other. നമ്പർ 4. മാനി ആൻഡ് ഗ്രാനി reached the hospital in the morning. ഇൻ ദ മോർണിംഗ് എന്നുള്ള ഒരു സമയമാണ് അണ്ടർലൈൻഡ് ആയി തന്നിരിക്കുന്നത്. ഇൻ ദ മോർണിംഗ് എന്ന ആൻസർ ആയി കിട്ടാൻ വെൻ എന്ന് ചോദിക്കണം. When did Manny and Granny reach the hospital? Number 5. Granny couldn't see clearly because her eyes were very weak. Because her eyes were very weak. കാരണം അവരുടെ കണ്ണുകൾ വളരെ വീക്ക് ആയിരുന്നു എന്ന് പറയുമ്പോൾ ഒരു കാരണത്തെക്കുറിച്ചാണ് ചോദിക്കേണ്ടത്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചെങ്കിലേ കാരണം എന്ന ആൻസർ ലഭിക്കുകയുള്ളൂ. എന്തുകൊണ്ട് എന്ന് ചോദിക്കാൻ ഇംഗ്ലീഷിൽ വൈ എന്ന ക്വസ്റ്റ്യൻ വേർഡാണ് ഉപയോഗിക്കേണ്ടത്. വൈ couldn't Granny see clearly എന്ന ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. അതിന്റെ ആൻസർ ആണ് because her eyes were very weak. Now activity E. Frame yes or no questions for the following sentences. ഇവിടെ ഏതാനും സെന്റൻസുകൾ ആൻസർ ആയി നൽകിയിട്ടുണ്ട്. അവയ്ക്ക് അനുയോജ്യമായ yes or no questions തയ്യാറാക്കണം. One has been done for you ഒരെണ്ണം ഒരു മോഡലായി ചെയ്ത് നൽകിയിട്ടുണ്ട്. ഇവിടെയൊക്കെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ആൻസറായി നൽകിയിരിക്കുന്ന സെന്റൻസുകൾക്ക് മുമ്പിൽ യെസ് എന്നോ നോ എന്നോ നാം സങ്കല്പിക്കേണ്ടതുണ്ട്. എങ്കിലേ നമുക്ക് yes or no ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒന്നാമത്തത് യെസ് ഇറ്റ് വാസ് എ റെയിനി ഡേ. അതെ, അതൊരു റെയിനി ഡേ ആയിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും അതൊരു റെയിനി ഡേ ആയിരുന്നോ എന്ന് ചോദിക്കണം. വാസ് എന്നുള്ള ഓക്സിലറി വേർബ് തന്നെയാണ് അതിന് ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ തുടങ്ങുക വാസ് ഇറ്റ് എ റെയിനി ഡേ. രണ്ടാമത്തെ സെന്റൻസ് യെസ് ദർ ഈസ് എ കോർഡിയൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഗ്രാനി ആൻഡ് മാനി. ഇവർക്കിടയിൽ ഒരു കോർഡിയൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടായിരുന്നുവോ എന്ന് ചോദിക്കണം. യെസ് എന്ന ഒരു ആൻസർ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. ഈസ് ദർ എ കോർഡിയൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഗ്രാനി ആൻഡ് മാനി എന്ന ഒരു ക്വസ്റ്റ്യൻ ഈസ് എന്ന ഓക്സിലറി വേർബ് കൊണ്ട് തുടങ്ങിയത് ശ്രദ്ധിക്കുക. നമ്പർ 3 യെസ് they were on the bus again. അതെ, അവർ വീണ്ടും ബസ്സിൽ കയറിയിരുന്നു. were they on the bus again എന്ന ഒരു yes or no ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയത് ശ്രദ്ധിക്കുക. where എന്ന അതേ ഓക്സിലറി വേർബ് തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ തുടങ്ങാൻ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്പർ 4 യെസ് കലാം wanted to help his family. അതെ, കലാമിന് തന്റെ കുടുംബത്തെ സഹായിക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്കൊരു ഓക്സിലറി വേർബ് കൊണ്ട് ഇവിടെ തുടങ്ങണം. വാണ്ടഡ് എന്നുള്ള ആഗ്രഹിച്ചു, ആവശ്യമായിരുന്നു എന്നൊക്കെ അർത്ഥം വരുന്ന ആ പദത്തിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിലറിയാണ് നാം ഉപയോഗിക്കുന്നത്. വാണ്ടഡ് എന്നുള്ളതൊരു പാസ്റ്റ് വേർബാണ്.
അതിൽ ഡിഡ് എന്ന ഓക്സിലറി വെർബ് ഉണ്ടായിരിക്കും. ഡിഡ് കലാം വാണ്ട് ടു ഹെൽപ്പ് ഹിസ് ഫാമിലി എന്ന ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. നമ്പർ 5, യെസ് എവരി ചൈൽഡ് ക്യാൻ കോൺട്രിബ്യൂട്ട് ഇൻ സം വേ. ഈ ആൻസറിൽ ക്യാൻ എന്ന ഒരു ഓക്സിലറി വെർബ് കാണാം. അതേ ഓക്സിലറി വെർബ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു yes or no ക്വസ്റ്റ്യൻ ഫോം ചെയ്യാം. ക്യാൻ എവരി ചൈൽഡ് കോൺട്രിബ്യൂട്ട് ഇൻ സം വേ. ക്യാൻ എന്ന ഓക്സിലറി വെർബുകൾ തുടങ്ങിയ yes or no ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ആക്ടിവിറ്റി 3, റീഡ് ദ ഫോളോയിങ് സെന്റൻസ് ഫ്രം ദ സ്റ്റോറി എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി. You wouldn't be able to walk all the way to Nain, would you, Granny? Why does the speaker use the expression would you? ഈ സെന്റൻസിൽ you wouldn't be able to walk all the way to Nain എന്ന ഒരു സെന്റൻസ് ആദ്യം പറഞ്ഞുകൊണ്ട് അതിനോടൊപ്പം would you, Granny, Granny എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ആളെ വിളിച്ചതാണ്, അത് ഒഴിവാക്കി മാറ്റി നിർത്തിയാൽ would you എന്നുള്ള ഒരു ഫ്രേസ് ഉപയോഗിച്ചത് കാണാൻ സാധിക്കും. അതാണ് ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടാണ് why does the speaker use the expression would you? would you എന്നുള്ള ഈ എക്സ്പ്രഷൻ എന്ത് ആവശ്യത്തിനാണ് ഇവിടെ സ്പീക്കർ ഉപയോഗിച്ചിരിക്കുന്നത്? അതായത് you wouldn't be able to walk all the way to Nain. നെയിനിലേക്കുള്ള വഴി മുഴുവനും നടക്കാൻ നിങ്ങൾക്കാകില്ല, നിങ്ങൾക്ക് സാധ്യമാകില്ല എന്നാദ്യം പറഞ്ഞിട്ട് would you സാധിക്കുമോ എന്നുള്ള ഒരു ചോദ്യമാണ് രണ്ടാമത് അതിനോട് ചേർത്ത് ചോദിക്കുന്നത്. ഇവിടെ സ്പീക്കർ സംശയിക്കുന്ന, മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യം ശരിയാണോ അല്ലേ എന്ന് ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി, ഉറപ്പിക്കാനാണ് ഇത്തരം ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ഉപയോഗിച്ചിരിക്കുന്നത്. The speaker wants to confirm whether Granny is able to walk to Nain or not. നെയിനിലേക്ക് ഗ്രാനിക്ക് നടക്കാനാകുമോ ഇല്ലേ എന്ന് ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്പീക്കർ ഉപയോഗിച്ചത് ആ ക്വസ്റ്റ്യൻ. ആസ് ഹി ബിലീവ്സ് ഇറ്റ് വുഡ് ബി ഡിഫിക്കൽട്ട് ഫോർ ഹർ. കാരണം സ്പീക്കർ അഥവാ മാനി മനസ്സിലാക്കിയിരിക്കുന്നത് നെയിൻ വരെ നടക്കുന്നത് വളരെ പ്രയാസകരമായിരിക്കും, അത് സാധിക്കുമോ എന്നുള്ളതെന്ന് ഉറപ്പുവരുത്താനാണ് ഇത്തരം ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ഉപയോഗിച്ചിരിക്കുന്നത്. വുഡ് യു. വുഡ് യു മേക്സ് ദ ക്വസ്റ്റ്യൻ മോർ ജനറൽ ടു. വുഡ് യു എന്നുള്ളത് വളരെ പൊളൈറ്റ് ആയിട്ടുള്ള ഒരു ചോദ്യ രീതി കൂടെയാണ്. എ ഷോർട്ട് ക്വസ്റ്റ്യൻ ആഡഡ് ടു ദി എൻഡ് ഓഫ് എ സ്റ്റേറ്റ്മെന്റ്. ആദ്യം പറഞ്ഞ യു വുഡന്റ് ബി ഏബിൾ ടു വാക്ക് ഓൾ ദ വേ ടു നെയിൻ, ഇത്തരം ഒരു സ്റ്റേറ്റ്മെന്റിലേക്കാണ് ഈ ക്വസ്റ്റ്യൻ ചേർത്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് ആഡ് ചെയ്യുന്ന ഷോർട്ട് ക്വസ്റ്റ്യൻ, പ്രത്യേകിച്ച് സീക്കിംഗ് കൺഫർമേഷൻ, ഒരു കൺഫർമേഷൻ തേടിക്കൊണ്ട് ഒരു ഉറപ്പ് ചോദിച്ചുകൊണ്ടുള്ള, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഈസ് കോൾഡ് എ ടാഗ് ക്വസ്റ്റ്യൻ. ഇത്തരം ക്വസ്റ്റ്യൻസ് ആണ് ടാഗ് ക്വസ്റ്റ്യൻസ് എന്നറിയപ്പെടുന്നത്. ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് ചേർക്കുന്ന ഷോർട്ട് ക്വസ്റ്റ്യൻ. Now read the following sentences. Sentence 1, Kalam was a responsible child. ഇതാണ് സ്റ്റേറ്റ്മെന്റ്. കലാം ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള കുട്ടിയായിരുന്നു. ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിന് ശേഷം വീണ്ടും അതിനോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. wasn't he? കലാം ആയിരുന്നില്ലേ, ആ കുട്ടി റെസ്പോൺസിബിൾ ആയിരുന്നില്ലേ എന്നുള്ളത്. ഈ wasn't he എന്നുള്ളതാണ് ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ അഥവാ സ്റ്റേറ്റ്മെന്റിനോട് ചേർത്ത ടാഗ് ക്വസ്റ്റ്യൻ. ഇത് അതിൽ പറയുന്ന കാര്യം ഒന്നുകൂടെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. നമ്പർ 2, Manik couldn't walk as fast as his granny. Could he? മാനിക്ക് തന്റെ ഗ്രാനിയെ പോലെ അത്രയും വേഗത്തിൽ നടക്കാൻ കഴിഞ്ഞിരുന്നില്ല. ആ സ്റ്റേറ്റ്മെന്റിലേക്കാണ് കഴിഞ്ഞിരുന്നുവോ എന്ന രൂപത്തിൽ ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ചേർത്തിരിക്കുന്നത്. ഇവയൊക്കെ ടാഗ് ക്വസ്റ്റ്യന്റെ ഉദാഹരണങ്ങളാണ്. വാട്ട് ഡിഫറൻസസ് ഡു യു നോട്ടീസ് ഇൻ ദ സ്ട്രക്ചർ ഓഫ് ദി അബവ് സെന്റൻസസ്? ഈ രണ്ട് സെന്റൻസുകളുടെയും സ്ട്രക്ചർ ഒന്ന് പരിശോധിക്കുക. നമ്പർ 1, കലാം വാസ് എ റെസ്പോൺസിബിൾ ചൈൽഡ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് അതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. എന്നാൽ അതിനോടൊപ്പം ചേർത്തിരിക്കുന്നത് ടാഗ് ക്വസ്റ്റ്യൻ, ഷോർട്ട് ക്വസ്റ്റ്യൻ നെഗറ്റീവുമാണ്. അപ്പോ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റിനോട് ടാഗ് ക്വസ്റ്റ്യൻ ചേർക്കുമ്പോൾ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. രണ്ടാം സെന്റൻസിൽ മാനി കുഡിന്റ് എന്ന് തുടങ്ങുന്ന ആ സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണ്. എന്നാൽ അതോടൊപ്പം ചേർത്തിരിക്കുന്ന ഷോർട്ട് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ടാഗ് ക്വസ്റ്റ്യൻ കുഡ് ഹി എന്നുള്ളത് പോസിറ്റീവുമാണ്. അപ്പോൾ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റിനോട് പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ചേർക്കണം. Usually, sentences with tag questions have a negative, positive, opposite relation. Negative sentences take positive tag question. Sentence negative ആണെങ്കിൽ tag question positive ആയിരിക്കണം, and vice versa. നേരെ തിരിച്ചും, അതായത് സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവും ആയിരിക്കണം. ഇങ്ങനെയുള്ള
ഒരു നെഗറ്റീവ് പോസിറ്റീവ് ഓപ്പോസിറ്റ് റിലേഷൻ ഉണ്ടായിരിക്കും ടാഗ് ക്വസ്റ്റ്യനും അതിന്റെ സ്റ്റേറ്റ്മെന്റും തമ്മിൽ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആൻ അഫർമേറ്റീവ് സെന്റൻസ് മീൻസ് പോസിറ്റീവ് സെന്റൻസ് takes a negative tag and a negative sentence takes a positive tag. Activity C. Now use suitable tag questions to complete the following sentences. ഇവിടെ നൽകിയിരിക്കുന്ന സെന്റൻസുകൾ അനുയോജ്യമായ ടാഗ് ക്വസ്റ്റ്യൻസ് നൽകിക്കൊണ്ട് കംപ്ലീറ്റ് ചെയ്തെഴുതുക എന്നുള്ളതാണ് ആക്ടിവിറ്റി. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം നൽകിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കുക. പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ടാഗ്, സെന്റൻസ് അഥവാ സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ടാഗ്. പോസിറ്റീവും നെഗറ്റീവും നാം സ്വീകരിക്കുന്നത് അതിലടങ്ങിയിരിക്കുന്ന ഓക്സിലറി വേർബ്സിലാണ്. അതുകൊണ്ട് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഓക്സിലറി വേർബ് ഉണ്ടോ നോക്കുക. അതിലാണ് നാം നെഗറ്റീവ് പോസിറ്റീവ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇല്ല എങ്കിൽ ഡു, ഡസ്, ഡിഡ്. തന്നിരിക്കുന്ന സെന്റൻസിലെ വേർബിന് അനുസൃതമായി ബേസ് ഫോം ആണെങ്കിൽ ഡു, എസ് ഫോം ആണെങ്കിൽ ഡസ്, പാസ്റ്റ് ഫോം ആണെങ്കിൽ ഡിഡ് ഇവയെടുത്ത് നാം ടാഗിലേക്ക് ചേർക്കുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നെഗറ്റീവ് ഫോം ചേർക്കുമ്പോൾ ഷോർട്ട് ഫോമിലാണ് ടാഗ് ക്വസ്റ്റ്യനിൽ ചേർക്കേണ്ടത്. ഡോണ്ട്, ഈസിന്റ് എന്നിങ്ങനെ. ദെൻ സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് പ്രോനൗൺ രൂപത്തിലായിരിക്കണം. ഏതെങ്കിലും വസ്തുവിന്റെയോ വ്യക്തിയുടെയോ പേരുകൾ ഫുൾ വേർഡ് ആയിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല. പകരം നൗണിന് പകരം പ്രോനൗൺ ഉപയോഗിക്കുക. ആദ്യ സെന്റൻസ്, ഷെയറിംഗ് ആൻഡ് കെയറിംഗ് ആർ ദ വാല്യൂസ് വി നീഡ് ടു ഡെവലപ്പ്. ഇതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ആർ എന്ന ഓക്സിലറി തന്നെയാണ് ഇവിടുത്തെ മെയിൻ വേർബായി വന്നിരിക്കുന്നത്. അതെടുത്ത് നെഗറ്റീവ് ആക്കണം, ആർ ഇൻറ്റ്. ദെൻ ഷെയറിംഗ് ആൻഡ് കെയറിംഗ് എന്ന ഐഡിയാസ്, അതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അതിനെ നമുക്ക് പ്ലൂറൽ ആയതുകൊണ്ട് പ്രോനൗൺ രൂപത്തിലേക്ക് ദേ എന്നും മാറ്റണം, ആർ ഇൻ ദേ. നമ്പർ 2, വി ഷുഡ് ഇവോൾവ് ഇൻ ടു റെസ്പോൺസിബിൾ സിറ്റിസൻസ്. ഇവിടെ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റിന് നെഗറ്റീവ് ടാഗ് വേണം. ഷുഡ് എന്നുള്ള ഓക്സിലറി കാണാം, അതിനെയാണ് നെഗറ്റീവ് ആക്കേണ്ടത്. സബ്ജക്റ്റ് ഓൾറെഡി പ്രോനൗൺ ആണ് വി, അതുകൊണ്ട് ഷുഡ് ഇൻ വി എന്ന ടാഗ് ക്വസ്റ്റ്യൻ ചേർക്കാം. നമ്പർ 3, ഈവൻ എ ലിറ്റിൽ മാറ്റേഴ്സ്. ഒരു ചെറിയ കാര്യം പോലും പ്രധാനപ്പെട്ടതാണ് എന്നർത്ഥം വരുന്ന ഈ സെന്റൻസ് ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ലിറ്റിൽ എന്നുള്ളതാണ് ഇവിടുത്തെ സബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്, അതായത് ലിറ്റിൽ തിങ് എന്ന അർത്ഥത്തിൽ. ദെൻ മാറ്റേഴ്സ് എന്നുള്ളതാണ് വേർബ്, അതൊരു എസ് ഫോം വേർബാണ്. അതിൽ ഡസ് അടങ്ങിയിരിക്കും, അതിനെ നെഗറ്റീവ് ആക്കുക, ഡസിൻറ്റ്. ദെൻ ലിറ്റിൽ എന്നതിന് പകരം ഇറ്റ് എന്നുള്ള പ്രോനൗൺ ചേർക്കുക, ഡസിൻറ്റ് ഇറ്റ്. നമ്പർ 4, വി കാൺട്ട് ലിവ് വിതൗട്ട് നേച്ചർ. ഈ സെന്റൻസ് ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്, അതുകൊണ്ട് പോസിറ്റീവ് ടാഗ് വേണം. നെഗറ്റീവ് ആയിട്ട് ഇവിടെ ഓക്സിലറി തന്നിരിക്കുന്നത് കാൺട്ട് എന്നുള്ളതാണ്, അതിനെ പോസിറ്റീവ് ആക്കുമ്പോൾ ക്യാൻ എന്ന് കിട്ടും. ദെൻ സബ്ജക്റ്റ് വി എന്ന പ്രോനൗൺ തന്നെയാണ്, ക്യാൻ വി എന്ന് നമുക്ക് ടാഗ് ലഭിക്കും. നമ്പർ 5, പീപ്പിൾ വിൽ ഹാവ് ടു പ്ലേ ദെയർ റോൾ വെൽ ഓൺ ദ സ്റ്റേജ് ഓഫ് ലൈഫ്. ഈ സെന്റൻസിൽ നമുക്ക് വിൽ എന്നുള്ള ഓക്സിലറി ഉണ്ട്. സെന്റൻസ് ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്, അതുകൊണ്ട് നെഗറ്റീവ് വേണം. ശ്രദ്ധിക്കേണ്ടത്, വിൽ എന്നതിനെ നെഗറ്റീവ് ആക്കുമ്പോൾ ഷോർട്ട് ഫോമായി വില്ലിൻറ്റ് എന്ന് ചേർക്കാൻ പറ്റില്ല. വിൽ അതിനോടൊപ്പം നോട്ട് ചേരുമ്പോൾ വോണ്ട് എന്നാണ് ഷോർട്ട് ഫോം വരിക. വിൽ പ്ലസ് നോട്ട് താഴെ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. വിൽ പ്ലസ് നോട്ട് ഈസ് വോണ്ട്, അല്ലാതെ വില്ലിൻറ്റ് എന്നല്ല. അതുപോലെ തന്നെയാണ് ഷാൽ എന്നതിന്റെയും കേസ്. ഷാൽ പ്ലസ് നോട്ട് എന്നുള്ളത് ഷാലിൻറ്റ് എന്നല്ല, മറിച്ച് ഷാൻറ്റ് എന്നായിരിക്കണം. ഏതായാലും നമ്പർ 5 അതിൽ കറക്റ്റ് ടാഗ് ക്വസ്റ്റ്യൻ എന്നുള്ളത് വോണ്ട് ദേ. പീപ്പിൾ എന്നതിന് പകരം ദേ എന്ന് ഉപയോഗിച്ചു. വിൽ എന്നതിനെ നെഗറ്റീവ് ആക്കി വോണ്ട് എന്നും ഉപയോഗിച്ചു. നെക്സ്റ്റ് ആക്ടിവിറ്റി, ആക്ടിവിറ്റി D. Edit the following conversation between Granny and Manny. The errors are given in bold type. ഇവിടെ ഗ്രാനിയും മാനിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ട്. അതിൽ ചില വാക്കുകൾ ഹൈലൈറ്റ് ചെയ്ത് ബോൾഡ് ടൈപ്പിൽ നൽകിയിരിക്കുന്നു. അതെല്ലാം എറേഴ്സ് ആണ്. എന്താണ് എറേഴ്സ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവ എഡിറ്റ് ചെയ്യുക. വിദ്യാർത്ഥികൾക്ക് വേണ്ടി അതിവിടെ ചെയ്ത് നൽകിയിട്ടുണ്ട്. ആദ്യ ഹൈലൈറ്റഡ് വേർഡ് ഈസ് ഇറ്റ് എന്നുള്ളതാണ്. നാം ടാഗ് ക്വസ്റ്റ്യനെ കുറിച്ച് പറഞ്ഞു. ടാഗ് ക്വസ്റ്റ്യൻ എന്നുള്ളത് നമുക്ക് ഒരു സെന്റൻസിന്റെ തുടക്കത്തിൽ ഉപയോഗിക്കാൻ കഴിയില്ല. സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ് ഒരു കോമ കൊടുത്താണ് നാം ടാഗ് ക്വസ്റ്റ്യൻ ചേർക്കേണ്ടത്. അതും അതേ സ്റ്റേറ്റ്മെന്റിൽ നൽകിയിരിക്കുന്ന ഓക്സിലറി വേർബ്സ് ഉപയോഗിച്ചുകൊണ്ട്. ആദ്യ ഈസ് ഇറ്റ് എന്നുള്ളത് നമുക്കൊരു റോങ് ടാഗ് ക്വസ്റ്റ്യൻ ആണെന്ന് പരിഗണിച്ചുകൊണ്ട് നമുക്കതിനെ കറക്റ്റ് ചെയ്യാം. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ഇറ്റ് വിൽ ടേക്ക് 2 days ടു റീച്ച് ദ.
ഈ സ്റ്റേറ്റ്മെന്റ് ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതിൽ വിൽ ടേക്ക് എന്നുള്ളിടത്ത് വിൽ എന്ന ഓക്സിലറി കാണാം. അതിനെയാണ് നാം നെഗറ്റീവ് ആക്കേണ്ടത്. അതുകൊണ്ട് വോണ്ട് ഇറ്റ് എന്ന് കിട്ടും. അതിന്റെ കറക്റ്റ് രൂപം ഇപ്പുറത്ത് നൽകിയത് ശ്രദ്ധിക്കുക, വോണ്ട് ഇറ്റ്. ദെൻ വാട്ട് വുഡ് ടേക്ക് മീ, എന്നെ ആര് കൊണ്ടുപോകും എന്ന് ചോദിക്കുന്നത് ആര് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആരെന്ന് ചോദിക്കാൻ നമുക്ക് ഹൂ എന്ന ക്വസ്റ്റ്യൻ വേർഡാണ് വേണ്ടത്. വാട്ട് എന്നുള്ളത് കറക്റ്റ് അല്ല. അതുകൊണ്ട് ഹൂ വുഡ് ടേക്ക് മീ എന്ന് കറക്റ്റ് ചെയ്യണം. ദെൻ മൂന്നാമത്തത് ആർ യു വാക്ക് ഓൾ ദ വേ ടു നെയിൻ എന്നുള്ളത് ആർ എന്നുള്ളത് തെറ്റാണ്. വഴി, അങ്ങോട്ടുള്ള വഴി മുഴുവൻ നടക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ സാധ്യമാവുക, കഴിയുക എന്നർത്ഥം വരുന്ന ക്യാൻ എന്ന ഓക്സിലറിയാണ് അവിടെ അനുയോജ്യം. ക്യാൻ യു വാക്ക് ഓൾ ദ വേ ടു നെയിൻ, ക്യാൻ എന്നാക്കി മാറ്റുക ആർ എന്നതിന് പകരം. ദെൻ അടുത്തത് വാസിന്റ് ഐ എന്നുള്ളതാണ് തന്നിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കുക. യു ആർ റിയലി ഗ്രേറ്റ് എന്നുള്ളതാണ് സ്റ്റേറ്റ്മെന്റ്. ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഓക്സിലറി അല്ലെങ്കിൽ അവിടുത്തെ വേർബ് എന്നുള്ളത് ആർ എന്നുള്ളതാണ്. അതിനെ നമുക്കിത് നെഗറ്റീവ് ആക്കണം. അപ്പോൾ ആർന്റ് യു എന്നാണ് കറക്റ്റ് ഫോം വേണ്ടത്. അതിന് പകരമാണ് വാസിന്റ് ഐ എന്ന് തെറ്റായി നൽകിയിരിക്കുന്നത്. ഓക്സിലറിയും തെറ്റായിരുന്നു, ഉപയോഗിച്ച സബ്ജക്റ്റ് പ്രൊനൗണും തെറ്റായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആർന്റ് യു എന്ന് കറക്റ്റ് ചെയ്തത് ശ്രദ്ധിക്കുക. ദെൻ ഇഫ് യു കം വിത്ത് മീ ഐ വുഡ് ഗോ ഈവൻ ടു ദ മൂൺ എന്നുള്ള ഒരു കണ്ടീഷണൽ സെന്റൻസ് ആണിത്. വിദ്യാർത്ഥികൾ ഓർത്തിരിക്കും. ഇഫ് ക്ലോസ് ശ്രദ്ധിക്കുക. അവിടെ കം എന്നുള്ള ബേസ് വേർബ് അഥവാ പ്രസന്റ് ടെൻസ് വേർബ് ആണ് V1 ആണ് തന്നിരിക്കുന്നത്. സ്വാഭാവികമായും മെയിൻ ക്ലോസിൽ വിൽ പ്ലസ് V1 വേർബ് എന്ന രൂപത്തിലാണ് വേണ്ടത്. പകരം ഇവിടെ വുഡ് ഗോ എന്നാണ് തന്നത്. ഇത് ടൈപ്പ് 2 ഉപയോഗിക്കേണ്ട ഫോമാണ്. അപ്പോൾ ഇഫ് ക്ലോസിൽ പ്രസന്റ് ടെൻസ് ആയതുകൊണ്ട് അതിന് മെയിൻ ക്ലോസിൽ വിൽ പ്ലസ് വേർബ് എന്ന രൂപത്തിലേക്ക് ചേർക്കണം. അതാണ് ഇവിടെ കറക്റ്റ് ചെയ്ത് നൽകിയിരിക്കുന്നത്, ഐ വിൽ ഗോ എന്ന രൂപത്തിൽ. ദെൻ ലാസ്റ്റ് വൺ, സോ ലെറ്റ്സ് ഗെറ്റ് റെഡി. ഇത്തരമൊരു സെന്റൻസ് ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്ക് അറിയും എന്ന് സങ്കല്പിച്ചുകൊണ്ടാണ് ഇവിടെ ഇത് നൽകിയിരിക്കുന്നത്. എപ്പോഴും ഒരു ടാഗ് ക്വസ്റ്റ്യൻ ചെയ്യാൻ നൽകുന്ന സെന്റൻസ് ലെറ്റ്സ് കൊണ്ട് തുടങ്ങിയാൽ ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ സോ മാറ്റി നിർത്തി ലെറ്റ്സ് ഗെറ്റ് റെഡി എന്നുള്ള അതാണ് സ്റ്റേറ്റ്മെന്റ്. ലെറ്റ്സ് കൊണ്ടാണ് തുടങ്ങിയിരിക്കുന്നത്. ഈ തരത്തിൽ ലെറ്റ്സ് കൊണ്ട് തുടങ്ങിയാൽ നെഗറ്റീവോ പോസിറ്റീവോ എന്നൊന്നും ചിന്തിക്കേണ്ടതില്ല. ഷാൾ വി എന്നായിരിക്കണം ടാഗ് ക്വസ്റ്റ്യൻ. അപ്പോൾ ലെറ്റ്സ് കൊണ്ട് തുടങ്ങുന്ന സെന്റൻസുകൾക്ക് ഒരു റെഡിമെയ്ഡ് ടാഗ് ക്വസ്റ്റ്യൻ ആണുള്ളതെന്ന് ഓർത്ത് പഠിച്ചു വെക്കുക. ഷാൾ വി, അതാണ് ഇവിടെ കറക്റ്റായി നൽകിയിരിക്കുന്നതും. നെക്സ്റ്റ് ആക്ടിവിറ്റി, ലെറ്റ്സ് കൺവേഴ്സ്. ആക്ടിവിറ്റി 1. Kalam used to deliver newspapers early in the morning to his customers before going to school. കലാം സ്കൂളിൽ പോകുന്നതിന് മുമ്പായി തന്നെ പത്രവിതരണം തുടങ്ങുന്നു. He meets Mr. Kumar, one of his neighbors, while delivering the paper. Let's see how they converse. തന്റെ ന്യൂസ് പേപ്പർ ഡിസ്ട്രിബ്യൂഷൻ ഇടയ്ക്ക് തന്റെ അയൽവാസിയായ കുമാർ എന്ന ഒരു വ്യക്തിയുമായി കണ്ടുമുട്ടുന്നു. അവർക്കിടയിൽ ഒരു കോൺവെർസേഷൻ സംഭവിക്കുന്നു. അവരുടെ സംഭാഷണം എങ്ങനെയാണെന്നൊന്ന് ശ്രദ്ധിക്കുക. കലാം: Hello sir, good morning. Kumar: Good morning Abdul, how are you? Kalam: I'm doing great. Thanks. How are you doing? Kumar: Fantastic, thanks for asking. ഇത്തരമൊരു കോൺവെർസേഷനിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ, പ്രത്യേകമായ ചില എക്സ്പ്രഷൻസ് ശ്രദ്ധിക്കുക. Now let's try to analyze the conversation. ഈ സംഭാഷണം ഒന്ന് അനലൈസ് ചെയ്ത് പരിശോധിക്കുക. How did they greet each other? എങ്ങനെയാണ് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രീറ്റ് ചെയ്യുന്നത്, വിഷ് ചെയ്യുന്നത്? We use certain expressions to greet people and to respond to greetings. നാം ആളുകളെ ഗ്രീറ്റ് ചെയ്യാനും വിഷ് ചെയ്യാനും അത്തരം ഘട്ടങ്ങളിൽ അവരുടെയൊക്കെ ഗ്രീറ്റിങ്ങിന് റെസ്പോണ്ട് ചെയ്യാനും നാം പ്രത്യേകമായ ചില പ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നു. ഇത്തരം പ്രയോഗങ്ങളിൽ ചിലതെങ്കിലും നാം ഓർത്തു വെക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ ഡെയിലി കമ്മ്യൂണിക്കേഷൻ, ഡെയിലി ലാംഗ്വേജ് യൂസേജിൽ നമുക്ക് ഇവ ഉപകാരപ്പെടും. ഉദാഹരണത്തിന് ആളുകളെ ഗ്രീറ്റ് ചെയ്യാൻ ഓർ വിഷ് ചെയ്യാൻ ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ് ഒക്കെ നമ്മൾ ഉപയോഗിക്കും. അവരുടെ സുഖാന്വേഷണം നടത്തുന്നതിന് വേണ്ടി ഹൗ ആർ യു, ഹൗ ഇസ് ഇറ്റ് ഗോയിങ്, വാട്ട്സ്ആപ്പ്, ഹൗ ഡു യു ഡു വളരെ ഫോർമലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ശൈലി.
ദെൻ നൈസ് ടു സീ യു, ഗ്രേറ്റ് ടു സീ യു, ഇതൊക്കെ നാം ഉപയോഗിക്കും. ഇത്തരം ഘട്ടങ്ങളിൽ ഗ്രീറ്റിംഗ്സ് അതല്ലെങ്കിൽ വിഷ് അവയോട് റെസ്പോണ്ട് ചെയ്യുമ്പോൾ, നാം പ്രതികരിക്കുമ്പോൾ ഹായ് ഹലോ നമുക്കും അതേപോലെ തന്നെ ഉപയോഗിക്കാം. ദെൻ ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ് ഇതൊക്കെ റെസ്പോണ്ട് ചെയ്യാനും ഉപയോഗിക്കും. ദെൻ ഹൗ ആർ യു എന്ന ക്വസ്റ്റ്യന് ഐ ആം ഫൈൻ, താങ്ക് യു ഓർ താങ്ക്സ്, ഓക്കെ, താങ്ക് യു, താങ്ക്സ്, കാൺട്ട് കംപ്ലൈൻ, നോട്ട് ബാഡ് എന്നൊക്കെ നമ്മൾ മറുപടി പറഞ്ഞേക്കാം. ദെൻ ഹൗ ആർ യു പോലുള്ള ചോദ്യങ്ങൾക്ക് അതല്ലെങ്കിൽ വാട്സ്ആപ്പ് അതേ ഒരു മീനിങ് തന്നെയാണ് അവയ്ക്കും. ഹൗ ഇസ് ഇറ്റ് ഗോയിങ് ഇതിനൊക്കെ നമ്മൾ ഐ ആം ഓൾ റൈറ്റ്, താങ്ക്സ്, സെയിം ആസ് ഓൾവേസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞേക്കാം. ദെൻ നമ്മോട് ചോദിക്കുമ്പോൾ ഹൗ ആർ യു ചോദിക്കുമ്പോൾ നാം അതിന് മറുപടി പറഞ്ഞ് നാം സ്വാഭാവികമായിട്ടും അവരോടും തിരിച്ചു ചോദിക്കാം ഹൗ അബൌട്ട് യു ആൻഡ് യു. Now the last activity, let's team up, group project. വിദ്യാർത്ഥികൾക്ക് ഗ്രൂപ്പായി ചെയ്യാവുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. മസൂറിയിലേക്കുള്ള ഗ്രാനിയുടെയും മാനിയുടെയും യാത്ര തികച്ചും അൺഫോർഗറ്റബിൾ ആയിരുന്നു. ഡു യു ഓൾസോ ലവ് ട്രാവലിംഗ്? നിങ്ങൾക്കും ഇത്തരം യാത്രകൾ ഇഷ്ടമാണോ? ഹാവ് യു റെക്കോർഡഡ് എനി ഓഫ് യുവർ ട്രാവൽ എക്സ്പീരിയൻസസ് ടു പ്രിസർവ് യുവർ മെമ്മറീസ് ആൻഡ് റിഫ്ലക്ഷൻസ്? ഇത്തരത്തിൽ അവിസ്മരണീയമായ ഏതെങ്കിലും ഒരു യാത്രയെക്കുറിച്ചുള്ള നിങ്ങളുടെ ഓർമ്മകൾ സൂക്ഷിക്കുന്നതിന് വേണ്ടി നിങ്ങൾ അവ ഏതെങ്കിലും രീതിയിൽ റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ടോ? ദ ഫോളോയിങ് ഇമേജ് ഈസ് എ റെക്കോർഡ് മെയ്ഡ് ബൈ എ സ്റ്റുഡൻറ് ഓൺ എ സ്കൂൾ ട്രിപ്പ്. ഒരു സ്കൂൾ ട്രിപ്പിൻ്റെ ഓർമ്മകൾ സൂക്ഷിക്കാൻ വേണ്ടി ഒരു വിദ്യാർത്ഥി തയ്യാറാക്കിയ ഒരു ജേർണലിലെ ഒരു പേജാണ് ഇവിടെ ചിത്രമായി നൽകിയിരിക്കുന്നത്. ട്രാവൽ സ്കൂൾ ട്രിപ്പ്. ഇതിൽ ആ സ്കൂൾ ട്രിപ്പിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. ഇതൊന്ന് വായിച്ചു നോക്കുക, പരിചയപ്പെടുക. ഇത്തരത്തിലുള്ള രചനകൾ, വാട്ട് യു കോൾ ദിസ് കൈൻഡ് ഓഫ് റൈറ്റിംഗ്? എന്താണ് ഇത്തരം രചനകൾക്ക് പേര് പറയാവുന്നത്? ഇതൊരു ഡയറിയാണോ? അല്ല, നമ്മുടെ ഡെയിലി ലൈഫിലെ എല്ലാ കാര്യങ്ങളെയും കുറിച്ചെഴുതുന്നതായിരിക്കും ഡയറി. മെമ്മോ, ജേർണൽ, ട്രാവലോ, ഇതിലേതായിരിക്കും ഇത്തരമൊരു രചനയ്ക്ക് പറയാവുന്ന പേര്? ദിസ് ഇസ് ദ പേജ് ഓഫ് എ ജേർണൽ ഇൻ വിച്ച് ദ മെമ്മറീസ് ആൻഡ് റിഫ്ലക്ഷൻസ് ഓഫ് എ ജേർണി ആർ റെക്കോർഡഡ്. ഒരു യാത്രയെ സംബന്ധിച്ച ഓർമ്മകൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ജേർണലാണിത്. എ ജേർണൽ ഈസ് എ റെക്കോർഡ് ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഡീറ്റെയിൽസ് ഓഫ് യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുടെ ഒരു ഡീറ്റെയിൽസ് റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചതായിരിക്കും ഒരു ജേർണൽ. ഉദാഹരണത്തിന് സച്ച് ആസ് യുവർ ഡെയിലി റുട്ടീൻ, യുവർ ഫീലിംഗ്സ്, മെമ്മറീസ്, ട്രാവൽ എക്സ്പീരിയൻസസ്. പലതരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മയിൽ സൂക്ഷിക്കാവുന്ന, അപൂർവമായിട്ടൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നാം എഴുതി വെക്കുന്നത്. ജേർണൽസ് ക്യാൻ ബി ഓഫ് വേരിയസ് കൈൻഡ്സ് സച്ച് ആസ് ദ ഫോളോയിങ്. പലതരം ജേർണൽസ് ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. മെമ്മറി ജേർണൽ, ട്രാവൽ ജേർണൽ, ഡെയിലി ജേർണൽ, എൻ്റർടൈൻമെൻറ്റ് ഓർ ഹോബീസ് ജേർണൽ, ഫുഡ് ജേർണൽ, ഫിറ്റ്നസ് ഓർ ഹെൽത്ത് ജേർണൽ, എറ്റ്സെട്ര. ഇങ്ങനെ പലതരത്തിലുള്ള ജേർണൽസ് നമുക്കുണ്ടാക്കാവുന്നതാണ്. ഇനി ജേർണൽ ആൻഡ് ട്രാവലോഗ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കാൻ ഈ ടേബിൾ വിദ്യാർത്ഥികൾക്ക് സഹായകരമാകും. ഈ ടേബിളിൽ പറയുന്ന കാര്യങ്ങൾ ശരിയാംവിധം വായിക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക. ജേർണൽ എന്നുള്ളത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള, തികച്ചും പേഴ്സണൽ ആയിട്ടുള്ള അനുഭവങ്ങളുടെ ഒരു റെക്കോർഡായിരിക്കും. അതിൽ പലതരത്തിലുള്ള ജേർണൽ ഉൾപ്പെടും അനുഭവങ്ങൾ. ട്രാവൽ അനുഭവങ്ങളും ജേർണലിൽ നമ്മുടെ ഓർമ്മക്കുറിപ്പുകളായിട്ട് രേഖപ്പെടുത്തും. എന്നാൽ ട്രാവലോഗ് എന്നുള്ളത് വെറും ട്രാവലുമായി ബന്ധപ്പെട്ട, നമ്മുടെ യാത്രകളുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ നാം മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുകയാണ്. അവിടെ നമ്മുടെ അനുഭവങ്ങൾ നാം വിശദീകരിക്കും. അതിൻ്റെ ഉപയോഗം മറ്റുള്ളവർക്കാണ്. ജേർണൽ തികച്ചും പേഴ്സണൽ ആയിരിക്കും, വ്യക്തിപരമായ കാര്യങ്ങളായിരിക്കും. ഇതാണ് ഇവ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. ഇനി ഈ ടേബിൾ വായിച്ചു നോക്കുക, കൂടുതൽ വ്യത്യാസങ്ങൾ, പ്രത്യേകതകൾ മനസ്സിലാക്കുക. ഇത്രയുമാണ് ലിറ്റിൽ തിങ്സ് മാറ്റർ എന്ന ലെസണുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന ലാംഗ്വേജ് ആൻഡ് ഡിസ്കോഴ്സ് ആക്ടിവിറ്റീസ്. ഈ വീഡിയോയിൽ വിശദീകരിച്ച കാര്യങ്ങളെല്ലാം തന്നെ വിദ്യാർത്ഥികൾക്ക് അവരുടെ എക്സാമുകളിൽ തീർച്ചയായും ഉപകാരപ്പെടും. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എഡ്യൂസ്പോർട്ട് വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.